പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി രാവിലെയിലേക്ക് സ്വാഗതം. ഈ മണിക്കൂറിലെ പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് നമ്മൾ കടക്കുമ്പോൾ രാജ്യം നയതന്ത്ര തലത്തിൽ പാകിസ്ഥാന് തിരിച്ചടി നൽകി തുടങ്ങിയിരിക്കുന്നു. ഇനി സൈനിക തലത്തിൽ ഒരു തിരിച്ചടി ഉണ്ടാവുമെങ്കിൽ അതെപ്പോൾ, എങ്ങനെ? അതെല്ലാം ചർച്ചകൾ നടക്കുകയാണ്. ഉന്നതതല യോഗങ്ങൾ ചേരുന്നുണ്ട്. പാകിസ്ഥാനിൽ ഇതിന്റെ പ്രതിധ്വനികൾ കണ്ടു തുടങ്ങിയിരിക്കുന്നു. പാകിസ്ഥാനും അവിടെ സുരക്ഷാ സമിതി യോഗം വിളിച്ചിട്ടുണ്ട്. ഏത് തരത്തിലാണ് സ്ഥിതിഗതികൾ എന്ന് വിലയിരുത്തുന്നു. പങ്കില്ല എന്ന് പാകിസ്ഥാൻ പറയുമ്പോഴും ഇതിന് വേണ്ട തന്ത്രങ്ങളെല്ലാം മെനഞ്ഞത് പാകിസ്ഥാന്റെ മണ്ണിൽ തന്നെയാണ് എന്നതിന് കൃത്യമായ തെളിവുകൾ ശേഖരിച്ച ശേഷമായിരിക്കും ഒരുപക്ഷെ ഇന്ത്യയുടെ മറുപടി. ആ മറുപടിക്ക് രാജ്യം കാത്തു നിൽക്കുകയാണ്. നമുക്ക് തലക്കെട്ടുകൾ നോക്കാം. നടപടികൾ വീണ്ടും കടുപ്പിച്ച് ഇന്ത്യ. പാകിസ്ഥാൻ സ്ഥാനപതിയെ വിളിച്ചു വരുത്തും. നയതന്ത്ര തലത്തിൽ 5 സുപ്രധാന തീരുമാനങ്ങൾ. സിന്ധു നദീ ജല കരാർ മരവിപ്പിച്ചു. വാഗാട്ടാരി അതിർത്തികൾ അടച്ചു. നയതന്ത്ര നടപടി ചർച്ച ചെയ്യാൻ പാകിസ്ഥാനിൽ സുരക്ഷാ കൌൺസിൽ യോഗം. പഹൽഗാമിലെ ചോരക്കളിക്ക് മറുപടിയായി സൈനിക നീക്കത്തിന് ഇന്ത്യയുടെ തയ്യാറെടുപ്പ്. സജ്ജരായിരിക്കാൻ സേനയ്ക്ക് നിർദ്ദേശം. തുടർ നടപടികൾ ആലോചിക്കാൻ പ്രതിരോധ മന്ത്രിയുടെ അധ്യക്ഷതയിൽ സർവകക്ഷി യോഗം. കശ്മീരിൽ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ളയുടെ നേതൃത്വത്തിലും സർവകക്ഷി യോഗം. പഹൽഗാമിൽ കൊല്ലപ്പെട്ട രാമചന്ദ്രന്റെ മൃതദേഹം കൊച്ചിയിലെത്തിച്ചു. ഏറ്റുവാങ്ങി ബന്ധുക്കളും ജനപ്രതിനിധികളും. സംസ്കാരം നാളെ. നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഇന്നുണ്ടായേക്കും. ഒരുക്കങ്ങൾ വേഗത്തിലാക്കി മുന്നണികൾ. യുഡിഎഫിന്റെ നേതൃസംഗമം പ്രതിപക്ഷ നേതാവ് ഉദ്ഘാടനം ചെയ്യും. മുതലപ്പൊഴി പൂർണ്ണമായും മുറിക്കും. പ്രവൃത്തികൾ ഇന്ന് ആരംഭിക്കും. പൊഴി പൂർണ്ണമായും മുറിക്കുന്നത് പെരുമാതുറ പ്രദേശത്ത് വെള്ളം കയറിയതിനാൽ മണൽ പൂർണ്ണമായും നീക്കുന്നതുവരെ സമരം തുടരാൻ സമിതി. നയതന്ത്ര യുദ്ധം തുടങ്ങി ഇന്ത്യ. हम इंडियन आर्मी है, बैठो. Okay, don't worry. You okay? You need a water, sir? ഇന്നലത്തെ ദിവസം നമ്മൾ ഇന്ത്യക്കാരെ സംബന്ധിച്ച് ഞെട്ടലിന്റേതായിരുന്നു, കണ്ണീരിന്റേതായിരുന്നു. പക്ഷേ ഇന്നലെ വൈകിട്ടാവുമ്പോഴത്തേക്ക് ആ ഞെട്ടലിനും കണ്ണീരിനുമെല്ലാം മറുപടി നൽകി തുടങ്ങിയിട്ടുണ്ട് രാജ്യം. പാകിസ്ഥാനെതിരെ നയതന്ത്ര തലത്തിലാണ് ഇന്ത്യ ആദ്യം യുദ്ധം തുടങ്ങുന്നത്. നയതന്ത്ര തലത്തിൽ ഇന്നലെ ഉണ്ടായ തീരുമാനങ്ങൾക്ക് പിന്നാലെ നടപടികൾ കൂടുതൽ കടുപ്പിക്കുകയാണ് രാജ്യം. ഇന്ത്യയിലെ പാകിസ്ഥാൻ ഹൈക്കമ്മീഷണർ സൌദ് അഹമ്മദ് വറൈച്ചിനെ വിദേശകാര്യ മന്ത്രാലയം വിളിച്ചു വരുത്തും. ഇന്നലത്തെ തീരുമാനങ്ങൾ രേഖാമൂലം സ്ഥാനപതിക്ക് കൈമാറും. വാഗാട്ടാര അതിർത്തി അടച്ചു. സിന്ധു നദീജല കരാർ മരവിപ്പിക്കാൻ തീരുമാനമെടുത്തു. പാകിസ്ഥാൻ പൌരന്മാർക്ക് രാജ്യം വിടാനുള്ള അന്ത്യശാസനവും നൽകിയിട്ടുണ്ട്. The seriousness of this terrorist attack, the CCS decided upon the following measures. 1. The Indus Waters Treaty of 1960 will be held in abeyance with immediate effect until Pakistan credibly and irrevocably abjures its support for cross-border terrorism. The integrated checkpost Atari will be closed with immediate effect. Those who have crossed over with valid endorsements may return through that route before 1 May 2025. 3. Pakistani nationals will not be permitted to travel to India under the SAARC visa exemption scheme visas. Any SVAS visas issued in the past to Pakistani nationals are deemed cancelled.
any Pakistani national currently in India under SPES visa has 48 hours to leave India. 4. The defense, military, naval and air advisors in the Pakistani High Commission in New Delhi are declared persona non grata. They have a week to leave India. India will be withdrawing its own defense, navy and air advisors from the Indian High Commission in Islamabad. These posts in the respective High Commissions are deemed annulled. 5 support staff of the service advisors will also be withdrawn from both High Commissions. 5 support staff of the service advisors will also be withdrawn from both High Commissions. 5. The overall strength of the High Commissions will be brought down to 30 from the present 55 through further reductions to be effected by 1st May 2025. The CCS reviewed the overall security situation and directed all forces to maintain high vigil. It resolved that the perpetrators of this attack will be brought to justice and their sponsors held to account. As with the recent extradition of Tahawwur Rana, India will be unrelenting in the pursuit of those who have committed acts of terror or conspired to make them possible. KP Abhilash, ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഇന്ത്യയുടെ നടപടി ചർച്ച ചെയ്യാൻ പാകിസ്ഥാനിൽ ദേശീയ സുരക്ഷാ കൗൺസിൽ യോഗം ചേരുന്നുണ്ടെന്ന വിവരങ്ങൾ വരുമ്പോഴാണ് അഭിലാഷ് ഈ ഇന്ത്യൻ പാകിസ്ഥാൻ സ്ഥാനപതിയെ നേരിട്ട് വിളിച്ചു വരുത്തി നടപടികൾ വിശദീകരിക്കാൻ, അതായത് വളരെ ഗൗരവത്തോടെ തന്നെ രാജ്യം എന്താണ് ചെയ്തത്, ഇനി ചെയ്യാൻ പോകുന്നത് എന്നത് ബോധ്യപ്പെടുത്താനാണ് നീക്കമെന്ന് തോന്നുന്നു. ഈ നയതന്ത്ര തലത്തിൽ ഇന്ത്യ തുടങ്ങിയിട്ടുള്ള പോര് എത്രത്തോളം പാകിസ്ഥാനെ പ്രതിസന്ധിയിലാക്കുന്നതാണ്? ശ്രീജ, നമ്മൾ കഴിഞ്ഞ ബുള്ളറ്റിനിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ അന്താരാഷ്ട്ര നയതന്ത്ര ബന്ധങ്ങളെ ഏറ്റവും അധികം ബഹുമാനിക്കുന്ന രാജ്യം ആണ് ഇന്ത്യ. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യ കടുത്ത നടപടികളിലേക്ക് പോകുമ്പോൾ പോലും ആ സാങ്കേതിക നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിക്കൊണ്ട് ഇന്ത്യ മുന്നോട്ട് പോകുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ പാകിസ്ഥാൻ സ്ഥാനപതിയെ ഇന്ത്യ നേരിട്ട് വിളിച്ചു വരുത്തുന്നത്. ഒപ്പം അല്പസമയം മുമ്പ് നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ച വിദേശകാര്യ സെക്രട്ടറിയുടെ പ്രതികരണം പോലെ തന്നെ ആ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ, അതായത് നയതന്ത്ര തലത്തിൽ ഇന്ത്യ സ്വീകരിച്ചിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ ഔദ്യോഗികമായി തന്നെ പാകിസ്ഥാനെ അറിയിക്കും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എന്നത് നമ്മൾ സൂചിപ്പിക്കുന്ന പോലെ തന്നെ, അതായത് പാകിസ്ഥാൻ ഭീകരതയെ അവസാനിപ്പിക്കുന്നതുവരെ വളരെ തന്ത്രപ്രധാനമായ 1960 ഒപ്പുവെച്ച സിന്ധു നദീജല കരാർ മരവിപ്പിച്ചു നിർത്തും എന്നുള്ളതാണ് ഒരുപക്ഷെ ഇന്ത്യ ഇപ്പോൾ സ്വീകരിച്ച ഏറ്റവും കടുത്ത നയതന്ത്ര നടപടികളിൽ ഒന്നായി വേണം അതിനെ കണക്കാക്കാൻ. കാരണം 1960 ആണ് ഇങ്ങനെ ഒരു കരാറിൽ ഇന്ത്യയും പാകിസ്ഥാനും ഒപ്പുവെക്കുന്നത്. അതിനുശേഷം 65, 71 ഒക്കെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധം ഉണ്ടായ സമയത്ത് പോലും ഈ ഉടമ്പടി നിലനിന്നിരുന്നു എന്നുള്ളതാണ്. അതായത് ഏഷ്യയിൽ തന്നെ 2 രാജ്യങ്ങൾ നദീജലം പങ്കുവെക്കുന്നതുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട സമാധാന ഉടമ്പടികളിൽ ഒന്നുകൂടിയാണിത്. ഇതുവരെയും ഈ ഉടമ്പടിയിൽ ഏർപ്പെട്ടതിന് ശേഷം ഇതുവരെയും ഈ ഉടമ്പടി റദ്ദാക്കുകയോ മരവിപ്പിച്ചു നിർത്തുകയോ ഈ ഉടമ്പടിയുമായി ബന്ധപ്പെട്ട് ചില തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നതിനപ്പുറത്ത് ഇത്രമേൽ കടുത്ത ഒരു നിലപാട് ഇന്ത്യ സ്വീകരിക്കുന്നത് ആദ്യമായിട്ടാണ്. ഇങ്ങനെ ഏറ്റവും മൂർച്ചയേറിയ നയതന്ത്ര നിലപാടുകൾ അടക്കം ഇന്ത്യ സ്വീകരിച്ച വിവരം ആണ് പ്രധാനമായും ഈ പാക് സ്ഥാനപതിയെ അറിയിക്കാൻ പോകുന്നത്. അതോടൊപ്പം തന്നെയാണ് ഈ നയതന്ത്ര ബന്ധങ്ങളിൽ ഏതൊക്കെ തരത്തിലുള്ള വിള്ളലുകൾ ഉണ്ടായാൽ പോലും അയൽ രാജ്യങ്ങൾ തമ്മിൽ നിലനിൽക്കുന്ന സൈനികപരമായ സൗഹൃദത്തിന്റെ കൂടി അടയാളം ആണ് ഈ അതിർത്തികൾ തുറന്നിടുക എന്നുള്ളത്. അതോടൊപ്പം തന്നെ നമുക്കറിയാം ദേശീയ പതാക താഴ്ത്തുന്ന ചടങ്ങ്, രാജ്യങ്ങൾ തമ്മിൽ റീറ്റിംഗ് ദ ബ്രിട്ടീഷ് പോലെയുള്ള ചടങ്ങുകൾ നടത്തുക എന്നുള്ളത്. അപ്പോൾ 2 രാജ്യങ്ങൾ തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിൽ അത്രമേൽ വിള്ളൽ വീഴുമ്പോൾ മാത്രമാണ് ഈ അതിർത്തികൾ അടച്ചിടുന്ന നടപടികളിലേക്ക് കടക്കാറുള്ളത്. ആ നടപടിയും ഇന്ത്യ സ്വീകരിക്കുന്നു. അങ്ങനെ വാഗ അട്ടാരി അതിർത്തി പൂർണ്ണമായും അടയ്ക്കും എന്ന് ഇന്ത്യ തീരുമാനിച്ചിട്ടുണ്ട്.
കൃത്യമായ രേഖകളോടെ അതിർത്തി കടന്നു വരുന്നവർക്ക് മെയ് 1-നകം ഈ അതിർത്തി വിട്ടു പോകുവാനുള്ള അവസരമാണ് നൽകിയിട്ടുള്ളത്. മെയ് 1-ന് ശേഷവും തുടരുകയാണ് എങ്കിൽ അതിനെ അനധികൃതമായി കണക്കാക്കും. അതായത് പാകിസ്ഥാനിലെ പൗരന്മാർ അനധികൃതമായി ഇന്ത്യയിൽ തുടരുന്നതായി കണക്കാക്കും. ഇക്കാര്യം ഔദ്യോഗികമായി തന്നെ ഇന്ത്യ പാകിസ്ഥാനെ അറിയിക്കും. മറ്റൊന്ന്, സാർക്ക് വിസ എക്സ്റ്റൻഷൻ സ്കീം വഴി പാക് പൗരത്വം ഉള്ളവർക്ക് അല്ലെങ്കിൽ പാക് പൗരന്മാർക്ക് നൽകിയിട്ടുള്ള വിസകൾ റദ്ദാക്കുന്നതുമായി ബന്ധപ്പെട്ട തീരുമാനമാണ്. അതും അങ്ങേയറ്റം കടുത്ത തീരുമാനങ്ങളിൽ ഒന്ന് തന്നെയാണ്. 48 മണിക്കൂറിനകം തന്നെ ഇത്തരത്തിൽ ഇന്ത്യയിൽ തുടരുന്ന പാക് പൗരന്മാർ രാജ്യം വിടണം എന്ന കടുത്ത ശാസന തന്നെയാണ് ഇന്ത്യ നൽകിയിട്ടുള്ളത്. സാധാരണ നമുക്കറിയാം ഇങ്ങനെ, അതായത് ഇത്രമേൽ സമയപരിധി കുറച്ച് നൽകാറില്ല. ഒരു പക്ഷേ 7 ദിവസത്തെ ഒരാഴ്ചത്തെയൊക്കെ സമയപരിധിയാണ് നൽകാറുള്ളത്. എങ്കിലും ഇന്ത്യ ഈ ഭീകരാക്രമണത്തെ അത്രമേൽ ഗൗരവത്തോടെ കണക്കാക്കുന്നു എന്നതുകൊണ്ട് തന്നെയാണ് പാക് പൗരന്മാർക്ക് കേവലം 48 മണിക്കൂർ മാത്രം സമയം അനുവദിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെയാണ് ഈ അറ്റാഷമാരെ പുറത്താക്കിയിട്ടുള്ള നടപടി. പാകിസ്ഥാൻ ഹൈക്കമ്മീഷനിലെ അറ്റാഷമാരെ അടക്കം പുറത്താക്കിയിട്ടുണ്ട്. ഇവർക്ക് ഒരാഴ്ചത്തെ സമയം മാത്രമാണ് ഇന്ത്യ അനുവദിച്ചിട്ടുള്ളത്. ഡിഫൻസ് അറ്റാഷമാരെ, ഇസ്ലാമാബാദിലെ ഡിഫൻസ് അറ്റാഷമാരെ ഇന്ത്യ പിൻവലിക്കുന്ന സാഹചര്യം, അതായത് ഇന്ത്യയുടെ നയതന്ത്ര ഉദ്യോഗസ്ഥരെ ഇന്ത്യയിലേക്ക് തിരിച്ചു വിളിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. രാജ്യങ്ങൾ തമ്മിൽ ഇനി നിലനിൽക്കുന്നത് സാങ്കേതികമായ നയതന്ത്ര ബന്ധം മാത്രമായിരിക്കും എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. അതിനപ്പുറത്തുള്ള നയതന്ത്ര ബന്ധങ്ങൾ ഏതാണ്ട് വിച്ഛേദിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ നയതന്ത്ര ഉദ്യോഗസ്ഥരുടെ എണ്ണം, ഇരു രാജ്യങ്ങളിലെയും നയതന്ത്ര ഉദ്യോഗസ്ഥരുടെ എണ്ണം 55 എന്നത് 30 വെട്ടിച്ചുരുക്കുന്നു. ഇങ്ങനെ നയതന്ത്ര യുദ്ധം ഇന്ത്യ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇത് പക്ഷേ ഔദ്യോഗികമായി പാകിസ്ഥാനെ അറിയിക്കേണ്ടതുണ്ട്. ആ നടപടിക്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ പാകിസ്ഥാൻ സ്ഥാനപതിയെ ഇന്ത്യ വിളിച്ചു വരുത്തുന്നത്. സാധാരണ നമുക്കറിയാം, ഇത്തരം ആക്രമണങ്ങൾ ഉണ്ടാകുമ്പോൾ, അതിർത്തി തർക്കങ്ങൾ ഉണ്ടാകുമ്പോൾ സ്ഥാനപതിമാരെ വിളിച്ചു വരുത്തുകയും നമ്മുടെ വിയോജിപ്പുകൾ അല്ലെങ്കിൽ രാജ്യത്തിന്റെ വിയോജിപ്പുകളും എതിർപ്പുകളും ഒക്കെ അവരെ അറിയിക്കുകയുമാണ് പതിവ്. എങ്കിൽ ഇത്തവണ അങ്ങനെയല്ല, മറിച്ച് ഇന്ത്യ അതിശക്തമായ നിലപാടുകൾ ആണ് നയതന്ത്ര തലത്തിൽ സ്വീകരിച്ചിട്ടുള്ളത്. അതുമാത്രവുമല്ല, ഇതിലെടുത്തു പറയേണ്ടത് ശ്രീജ, ഇപ്പോൾ തന്നെ ലോകരാജ്യങ്ങളുടെ ഒരു പിന്തുണ ഇന്ത്യക്ക് ലഭിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് ഇന്ത്യയിൽ സന്ദർശനം തുടരുന്നതിനിടയിലായിരുന്നു ഇങ്ങനെയൊരു ആക്രമണം ഉണ്ടാകുന്നത്. സൗദി അറേബ്യയിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി സന്ദർശനം നടത്തി. അങ്ങനെ സൗദിയുമായുള്ള ഊഷ്മളമായ ബന്ധം ഒരിക്കൽ കൂടി ഊട്ടിയുറപ്പിക്കുന്ന സമയത്തു കൂടിയാണ് ഇങ്ങനെയൊരു ആക്രമണം നടന്നത്. പിന്നീട് സൗദിയിലെ സന്ദർശനം വെട്ടിച്ചുരുക്കി പ്രധാനമന്ത്രി ഇന്ത്യയിലേക്ക് വരുമ്പോൾ പാകിസ്ഥാനിലെ വ്യോമപാതയടക്കം ഉപേക്ഷിച്ചുകൊണ്ടാണ് മറ്റൊരു വ്യോമപാതയിലൂടെയാണ് ഇന്ത്യയിലേക്ക് തിരിച്ചെത്തിയത്. അങ്ങനെ മറ്റ് ലോകരാജ്യങ്ങളുടെ ഭാഗത്ത് നിന്നടക്കം ഇന്ത്യക്ക് പിന്തുണ ലഭിക്കുന്നു. ഏറ്റവും ഒടുവിലായി നമുക്കറിയാം, ഈ ഖലിസ്ഥാൻ വാദവുമായി ബന്ധപ്പെട്ട് കാനഡ ഇന്ത്യ എന്ന രാജ്യവുമായി അകലം പാലിക്കുന്ന രാജ്യമാണ്. പക്ഷേ ഏറ്റവും ഒടുവിൽ കാനഡയ്ക്ക് പോലും ഈ ഭീകരാക്രമണത്തെ അപലപിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഇന്ത്യ സ്വീകരിച്ചിട്ടുള്ള നയതന്ത്ര നിലപാടുകൾ, അതോടൊപ്പം തന്നെ പാകിസ്ഥാനുമായി ഇത്തരം നയതന്ത്ര വിഷയങ്ങളിലടക്കം ഇന്ത്യ അകലം പാലിക്കാൻ പോകുന്നത് ലോകരാജ്യങ്ങളെ അടക്കം വളരെ കൃത്യമായി ഇന്ത്യ ധരിപ്പിക്കുകയും ചെയ്യും. അങ്ങനെ ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ വളരെ കൃത്യമായി ഇന്ത്യ മറ്റ് രാജ്യങ്ങളുമായുള്ള നയതന്ത്ര നിയമങ്ങളെ അടക്കം ബഹുമാനിക്കുന്നു എന്നതുകൂടി അറിയിച്ചുകൊണ്ടുള്ള ഒരു നിലപാടിലേക്കാണ് ഇന്ത്യ പോകുന്നത്. പക്ഷേ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇനി കടുത്ത ദിനങ്ങൾ തന്നെയായിരിക്കും കടന്നു വരാൻ ഉള്ളത് എന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ. കാരണം ഇന്ത്യ ഇത്തരത്തിൽ നയതന്ത്ര ബന്ധങ്ങൾ ഏതാണ്ട് പൂർണ്ണമായി എന്ന് സാങ്കേതികമായി നമുക്ക് പറയാൻ സാധിക്കില്ല, വിച്ഛേദിക്കുമ്പോൾ അതിന്റെ പ്രതിസന്ധി അതിരൂക്ഷമായിരിക്കും. പ്രത്യേകിച്ച് നമ്മൾ സൂചിപ്പിച്ച 960 ഒപ്പിട്ട നദീജല കരാർ അടക്കം മരവിപ്പിച്ചു നിർത്തുമ്പോൾ അവിടുത്തെ കാർഷിക മേഖലയിലേക്ക് അടക്കം, അതായത് ഇങ്ങനെ ഒരു കരാറിന്റെ ഗുണഭോക്താക്കൾ എന്നത് പ്രധാനമായും പാകിസ്ഥാൻ തന്നെയാണ്. കാർഷിക മേഖലകളിലേക്ക് അടക്കം ഈ നദീജലം ഉപയോഗിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അപ്പോൾ ഇതെല്ലാം മരവിപ്പിച്ചു നിർത്തുന്നു എന്ന് പറയുമ്പോൾ ഇനി സാങ്കേതികമായി ഇത് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കാൻ പോകുന്നത് പാകിസ്ഥാനെ തന്നെയാണ്. കാരണം ഇന്ത്യയുടെ ആഭ്യന്തര ഉൽപാദനവുമായി താരതമ്യം ചെയ്യുമ്പോൾ പാകിസ്ഥാന്റേത് ഇന്ത്യയുടെ 10ൽ 1 മാത്രമാണ്. സാമ്പത്തികമായി വലിയ തകർച്ച നേരിട്ടുകൊണ്ടിരിക്കുന്ന, ഡോളറിനെതിരെ പാകിസ്ഥാൻ രൂപയുടെ മൂല്യം ഇടിഞ്ഞുകൊണ്ടിരിക്കുന്ന, വ്യാപാര സഹകരണ ബന്ധങ്ങളിൽ ഉൾപ്പെടെ ഇന്ത്യയെ ആശ്രയിച്ച് മുന്നോട്ട് പോകുന്ന പാകിസ്ഥാനുമായി നയതന്ത്ര ബന്ധങ്ങൾ വിച്ഛേദിക്കുന്നു എന്ന് പറയുമ്പോൾ അത് പാകിസ്ഥാൻ എന്ന രാജ്യത്തെ ഒറ്റപ്പെടുത്തുവാനുള്ള ഇന്ത്യയുടെ നീക്കം ആണ്. പാകിസ്ഥാൻ വലിയ പ്രതിസന്ധിയിലൂടെ, ഒരുപക്ഷെ ഈ സൈനിക കരുത്തുമായി ബന്ധപ്പെട്ട വിഷയത്തിനപ്പുറത്ത് നയതന്ത്രപരമായ യുദ്ധം ആയിരിക്കും പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം വരും ദിവസങ്ങളിൽ വലിയ വെല്ലുവിളിയായി മാറാൻ പോകുന്നത്. ശ്രീജ, അഭിലാഷ്, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇതിന് സൈനിക
സൈനികമായി എങ്ങനെ മറുപടി നൽകും? അത്ര ക്രൂരമായ ഒരു ആക്രമണം നടത്തുമ്പോൾ സൈനിക മറുപടി എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഉറിയിലും പുൽവാമയിലും നമ്മളത് കണ്ടതാണ്. അത് ഇന്ത്യ ഓൺ ചെയ്തതുമാണ്. പക്ഷേ പാകിസ്ഥാൻ ആരോപണങ്ങൾ നിഷേധിച്ച് ഞങ്ങൾക്കിതിൽ പങ്കില്ല എന്ന് പറഞ്ഞ സ്ഥിതിക്ക് തെളിവുകൾ ശേഖരിക്കുക എന്നത് പ്രധാനമാണ്. ആ രീതിയിൽ ഒരു തയ്യാറെടുപ്പ് ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നില്ലേ? തീർച്ചയായും ശ്രീജ, നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ഇപ്പോൾ തന്നെ അത്തരം തെളിവുകൾ വലിയൊരു ശതമാനവും ശേഖരിക്കപ്പെട്ടു കഴിഞ്ഞു. അതായത് ഈ ഭീകരാക്രമണത്തിന് പിന്നിൽ ആരൊക്കെയാണ് പ്രവർത്തിച്ചത്, ഇതിനെ നിയന്ത്രിച്ചത് ആരാണ്? സെയ്ഫുദ്ദീൻ അസൂരി എന്ന തീവ്രവാദിയാണ് പാകിസ്ഥാനിൽ ഇരുന്നു കൊണ്ട് ഇന്ത്യയിലെ ഈ ഭീകരാക്രമണത്തെ നിയന്ത്രിച്ചത്. ഈ ഭീകരാക്രമണത്തിന്റെ ഭാഗമായിട്ടുള്ള 7 പേർക്ക് കൃത്യമായി പാക് സൈന്യത്തിന്റെ പരിശീലനം അടക്കം ലഭിച്ചിരുന്നു. അവർ എല്ലാ സഹായ സഹകരണങ്ങളും ഒരുക്കിയിരുന്നു. ഇപ്പോഴും പാക് അതിർത്തികളിൽ അടക്കം ഈ സൈന്യത്തിന്റെ പിന്തുണയോടുകൂടിയുള്ള തീവ്രവാദി ക്യാമ്പുകൾ സജീവമാണ് എന്നത് സംബന്ധിച്ച കൃത്യമായ ഇൻപുട്ടുകൾ ഇന്ത്യക്ക് ലഭിച്ചിട്ടുണ്ട്. മാത്രവുമല്ല, ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ അനുസരിച്ച് മാർച്ചിൽ തന്നെ ഇങ്ങനെ ഒരു ഭീകരാക്രമണത്തിനുള്ള സാധ്യത ഇന്റലിജൻസ് റിപ്പോർട്ട് ഉണ്ടായിരുന്നു. അത് ജമ്മു കാശ്മീർ സർക്കാരിനെ അടക്കം അറിയിക്കുകയും അങ്ങനെ ഉന്നതതല യോഗങ്ങൾ അടക്കം ചേർന്നിരുന്നു എന്നതായിട്ടാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഒരുപക്ഷെ അത് വരും ദിവസങ്ങളിൽ കൂടുതലായി ചർച്ച ചെയ്യപ്പെടേണ്ട ഒന്നാണ്. പക്ഷേ ഇപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ തീവ്രവാദ ആക്രമണത്തിന് പിന്നിൽ പാകിസ്ഥാൻ സൈന്യത്തിനും പാകിസ്ഥാനും കൃത്യമായ പങ്കുണ്ട് എന്നത് സ്ഥിരീകരിക്കുക, അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ശേഖരിക്കുക, ഒപ്പം നയതന്ത്ര യുദ്ധത്തിനപ്പുറത്ത് സൈനികമായ തിരിച്ചടി നൽകുക. അതിലെടുത്തു പറയേണ്ടത് ശ്രീജ സൂചിപ്പിച്ചതുപോലെ എപ്പോഴും ഇന്ത്യയിൽ ഭീകരാക്രമണങ്ങൾ നടക്കുമ്പോഴെല്ലാം പാകിസ്ഥാൻ അതിനെ എതിർക്കാറുണ്ട്. പാകിസ്ഥാൻ ഒരു പങ്കുമില്ല എന്ന് പറയാറുണ്ട്. പക്ഷേ പാകിസ്ഥാന്റെ സൈന്യത്തിന്റെ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന തീവ്രവാദ ക്യാമ്പുകൾ അടക്കം ഈ പുൽവാമ ഉറി അടക്കമുള്ള സംഭവങ്ങളിൽ നമുക്കറിയാം മിന്നലാക്രമണങ്ങളിലൂടെ തകർത്തതിന്റെ രേഖകൾ അടക്കം അന്താരാഷ്ട്ര സമൂഹത്തിന് മുന്നിലേക്ക് ഇന്ത്യ നൽകിയതാണ്. ഇതിൽ ശ്രീജ എടുത്തു പറയേണ്ടത് ഈ കഴിഞ്ഞ ദിവസം നമുക്കറിയാം ഈ വാർത്തകളിൽ അടക്കം പുറത്തു വന്നിട്ടുള്ള ദൃശ്യങ്ങൾ, അത് ജീവിക്കുന്ന തെളിവുകൾ എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. പാകിസ്ഥാന്റെ ആർമി ചീഫ് ജനറൽ അസീം മുനീർ നടത്തിയിട്ടുള്ള പ്രസംഗം, ആ പ്രസംഗത്തിൽ വളരെ കൃത്യമായി ബലൂചിസ്ഥാൻ തീവ്രവാദികളെ കുറിച്ച് അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. വിഘടനവാദം പാകിസ്ഥാനിൽ നടക്കുന്നതിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ഒപ്പം പാകിസ്ഥാനെയും ഇന്ത്യയെയും പരാമർശിച്ചു പോകുന്നുണ്ട്. പാകിസ്ഥാന്റെ അസ്തിത്വം എന്നത് ഇസ്ലാമികമാണ്, ഇന്ത്യയുടേത് അങ്ങനെ അല്ല എന്നും ആ അസ്തിത്വത്തിനു വേണ്ടി ഓരോ പാക് പൗരനും നിലകൊള്ളണം എന്ന മട്ടിൽ ഉള്ള സാധാരണ ഒരു സൈനിക മേധാവിയിൽ നിന്ന് വരുന്ന വാക്കുകൾ അല്ല, അത്തരത്തിലുള്ള വാക്കുകൾ ആയിരുന്നില്ല. ശരിയാണ് അഭിലാഷ്, അതൊക്കെ പ്രകോപനമായിട്ടുണ്ടോ എന്നത് തന്നെയാണ് എല്ലാവരും ശ്രദ്ധയോടെ നോക്കുന്നത്. ഇപ്പോൾ നമ്മളോടൊപ്പം കേണൽ ജയകുമാർ അതിഥിയായി ചേരുന്നുണ്ട്. ഗുഡ് മോർണിംഗ് കേണൽ. ഇന്നലത്തെ ദിവസം നമുക്ക് വലിയ വിഷമമുള്ള ദിവസമായിരുന്നു. നമ്മളെല്ലാം ആ ഞെട്ടലിൽ നിന്ന് ഇന്നലത്തെ ദിവസം പകൽ അങ്ങനെയാണ് കടന്നുപോയത്. പക്ഷേ വൈകിട്ടാവുമ്പോഴേക്കും നയതന്ത്ര തലത്തിൽ നമ്മൾ മറുപടി നൽകി തുടങ്ങി. ആ നയതന്ത്ര തലത്തിലുള്ള മറുപടി ഇത്രയും വർഷമായി നിലനിൽക്കുന്ന സിന്ധു നദീജല കരാർ തൽക്കാലം മരവിപ്പിക്കാം, ഇങ്ങോട്ട് മാന്യതയില്ലെങ്കിൽ അങ്ങോട്ടും അത്ര മാന്യത ആവശ്യമില്ല എന്നൊരു മെസ്സേജ് കൊടുക്കുകയാണ്. ഇന്നിപ്പോ സ്ഥാനപതിയെ വിളിച്ചു വരുത്തുന്നുണ്ട്. ഇന്ത്യയുടെ ഈ വളരെ കമ്പോസ്ഡ് ആയിട്ടുള്ള മറുപടികളെ അല്ലെങ്കിൽ കമ്പോസ്ഡായി നമ്മൾ ആരംഭിച്ചിട്ടുള്ള പ്രതികരണങ്ങളെ അങ്ങ് എങ്ങനെയാണ് കാണുന്നത്? ഗുഡ് മോർണിംഗ്. ഇന്നലെ വൈകുന്നേരം ആയപ്പോഴാണല്ലോ ഏതാണ്ട് ഇന്ത്യയുടെ പ്രതികരണം എന്തെന്നാണെന്നുള്ള കാര്യങ്ങളെ പറ്റിയുള്ള വ്യക്തത വന്നു തുടങ്ങിയത്. ഇത് നമ്മുടെ ഡിപ്ലോമാറ്റിക് ലെവലിൽ ഏറ്റവും അധികം അല്ലെങ്കിൽ ഏറ്റവും വലിയ ഒരു തിരിച്ചടി തന്നെയാണ് പാകിസ്ഥാന് ഇന്ത്യ ഈ ആക്ഷൻസിൽ കൂടി കൊടുത്തിരിക്കുന്നതെന്നാണ് എൻ്റെ വിശ്വാസം. ഒന്ന്. രണ്ടാമത്തെ കാര്യം, അതായത് ഒരു രാജ്യത്തെ ലോകരാഷ്ട്രങ്ങളുടെ മുന്നിൽ ഇത്രയ്ക്ക് താറടിച്ച് കാണിക്കാൻ ഇന്ത്യ തീവ്രമായി അല്ലെങ്കിൽ സീരിയസ് ആയിട്ട് ഒരു സ്റ്റാൻഡ് എടുത്തു. അതൊരു വലിയ സീരിയസ് ആയിട്ടുള്ള ഒരു ആക്ഷൻ ആണെന്ന് ഞാൻ കരുതുന്നു. രണ്ടാമത്തെ കാര്യം ഈ ചർച്ചയിലുള്ളത്, നമ്മൾ ഫിസിക്കലി ഓൺ ഗ്രൗണ്ട് അവരെ എങ്ങനെ എപ്പോഴാണ് അതിനൊരു നല്ലൊരു ഉത്തരം കൊടുക്കുക. ഇപ്പോൾ നമ്മളെല്ലാം സംസാരിക്കുന്നത് പുൽവാമയെ പറ്റിയും ഉറിയെ പറ്റിയും ഒക്കെയാണല്ലോ. ആ രീതിയിലുള്ള ഇതാണ് നമ്മുടെ രാഷ്ട്രത്തിന്റെ ഒരു ഫീലിംഗ് ആണ് ഇപ്പോൾ. അതായത് ഇത്തരത്തിൽ പ്രതീക്ഷിക്കാതിരുന്ന സ്ഥലത്ത് വളരെ നല്ല സിവിലിയൻ മനുഷ്യർ ഭാര്യയും മക്കളെയും കൊച്ചുകുട്ടികളെയും ആയിട്ടൊക്കെ കറങ്ങാൻ പോയ സ്ഥലത്ത് ഭീരുക്കളെ പോലെ ഒളിച്ചും പതുങ്ങിയും വന്ന് 10-28 പേരെ കൊല്ലുക, അത് നിർദ്ദയമായി. ഒരു പർട്ടിക്കുലർ എന്താ പറയുക
ഒരു സിറ്റുവേഷൻ അവിടെ അങ്ങനെ ഒരു പ്രശ്നം JNK ഈ അവസരങ്ങളിലൊന്നും ഉണ്ടായിരുന്നതല്ല, പ്രതീക്ഷിച്ചിരുന്നതുമല്ല. അപ്പോൾ അങ്ങനെ അതിനൊരു നല്ലൊരു തികച്ചും ശക്തമായ ഒരു തിരിച്ചടി ഫിസിക്കലി കൂടി കൊടുക്കണം, അതായത് സൈനികമായി കൂടി കൊടുക്കണം എന്നുള്ളൊരാശ ഇന്ത്യയിലുള്ള ഓരോരോ പൗരന്റെയും മനസ്സിലുള്ള കാര്യം തന്നെയാണ്. അത് ഞാൻ എഗ്രി ചെയ്യുന്നു. പക്ഷെ അറ്റ് ദി സെയിം ടൈം വാട്ട് വി മസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ഈസ് ഈ കഴിഞ്ഞ കുറച്ചു കാലത്തുള്ള ആക്ഷൻസ് പാകിസ്ഥാന്റെ, നമ്മുടെ നെയ്ബറിംഗ് കൺട്രിയായ പാകിസ്ഥാന്റെ ഓരോരോ ആക്ഷൻസും നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം മുന്നിൽ നടത്തണം എന്ന് മുന്നിൽ കരുതി കുറേയൊക്കെ ആക്ഷൻസ് അവരുടെ ലെവൽ പ്രിപ്പറേറ്ററി ആക്ഷൻസ് അവർ എടുത്തിരുന്നു എന്നാണ് മനസ്സിലാവുന്നത്. അതായത് ബോർഡർ ഏരിയസ് ഈവൻ അവർ മൈനിങ് ചെയ്തു എന്നും, പിന്നെ ട്രൂപ്സിനെ എല്ലാം പുറകോട്ടേക്ക് ബോർഡർ ഏരിയയിൽ താമസിക്കുന്ന സിവിലിയൻ ഫാമിലീസിനെ എല്ലാം അവിടെ നിന്ന് മാറ്റി പുറകോട്ട് കൊണ്ടുപോവുകയും ചെയ്യുമെന്നും ഇതെല്ലാം നമ്മൾ അറിയുന്നുണ്ട് ഓരോരോ ന്യൂസിൽ കൂടി. അപ്പോൾ ഇതെല്ലാം ഒരു പക്ഷേ നാളെ ഉണ്ടായേക്കാവുന്ന, ഇന്ത്യയിൽ നിന്നുണ്ടായേക്കാവുന്ന ഒരു തിരിച്ചടി അല്ലെങ്കിൽ ഒരു പ്രത്യാഘാതത്തിന് മുൻകൂട്ടി കണ്ടുകൊണ്ട് ഒരു തയ്യാറെടുപ്പ് തന്നെയായിരുന്നു അത്. അപ്പോൾ അതിനുള്ള പ്രിപ്പറേഷൻസ് അവർ ചെയ്തു കഴിഞ്ഞു. നമ്മൾ ടു വാക്ക് ഇൻ ടു എ ട്രാപ്പ് by great army like Indian Army or a great nation like India is not the right thing to do now. പിന്നെ ഒരു കാര്യം ശ്രീജ ആലോചിച്ച് നോക്കുക, നമ്മൾ അവർക്ക് ചെയ്യാനുള്ള എന്താണോ അവർ ചെയ്തു. അതായത് ഞാൻ ഒഫൻസ് ആൻഡ് ഡിഫൻസ് എന്നുള്ള രണ്ട് കാര്യത്തെ പറ്റി പറയുകയാണ്. ഞാൻ ഇരിക്കുകയാണ്, ഡിഫൻസിലിരിക്കുകയാണ്. വരുന്ന ആൾ എവിടെ നിന്ന് എങ്ങനെ ഏതിലേക്കൂടെ വരും, എപ്പോ വരും, എങ്ങനെ വരും, എന്തെല്ലാം കൊണ്ട് എൻ്റെ പുറത്ത് കയറി വരും എനിക്കറിഞ്ഞുകൂടാ. ഞാൻ കാത്തിരിക്കുക, എനിക്ക് ഉറങ്ങാനും പറ്റില്ല, കുടിക്കാനും പറ്റില്ല, കിടക്കാനും പറ്റില്ല. അങ്ങനെ ഒരു സിറ്റുവേഷൻ, ഭയങ്കര ഒരു വല്ലാത്തൊരു സിറ്റുവേഷനാണ്. അതായത് നമ്മളെ അറ്റാക്ക് ചെയ്യുന്ന ഒരു വലിയ, ഇന്ത്യയെ പോലുള്ള ഒരു വലിയ വൻ ശക്തിയെ, സൈനിക ശക്തിയെ കാത്തിരിക്കുക എന്ന് പറഞ്ഞാൽ അതിപ്പം പാകിസ്ഥാനിൽ ആൾറെഡി തുടങ്ങിക്കഴിഞ്ഞു. സമയമെടുക്കും. ഞാൻ മനസ്സിലാക്കുന്നത് ഇന്ത്യ ഒരു വീക്ക് രാഷ്ട്രമല്ല. ഇന്ത്യ ഈസ് വൺ ഓഫ് ദി ഫൈനസ്റ്റ് ആൻഡ് വൺ ഓഫ് ദി സ്ട്രോങ്ങസ്റ്റ്, മിലിറ്ററിലി ഓൾസോ സ്ട്രോങ്ങസ്റ്റ് നേഷൻ അതർ ദാൻ മറ്റ് നമ്മുടെ എക്കണോമിക്കൽ, ഇൻഡസ്ട്രിയൽ അല്ലെങ്കിൽ ടെക്നോളജിക്കൽ ഇതെല്ലാം പറഞ്ഞാലും അതല്ലാതെ സൈനിക ശക്തിയിലും ഇന്ത്യയിലും ലോകത്ത് വൺ ഓഫ് ദി കൺസിഡേർഡ് സ്ട്രോങ്ങസ്റ്റ് നേഷനാണ് നമ്മുടെ രാജ്യം. അപ്പോൾ ഇത്തരം ഒരു രാജ്യത്തിൽ നിന്ന് ഒരു തിരിച്ചടി പ്രതീക്ഷിക്കുക എന്ന് പറഞ്ഞാൽ, കാത്തിരിക്കുക എന്ന് പറഞ്ഞാൽ ഒരു നിമിഷം ആലോചിച്ച് നോക്കൂ. ഈ പ്രശ്നങ്ങൾ നടന്ന സ്ഥലത്ത് എക്സാക്ട്ലി ഓപ്പോസിറ്റ് ആയിട്ടുള്ള നമ്മുടെ LOCയിലോ മറ്റുമായിരിക്കും സാധാരണ എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. അവിടെ തന്നെ തിരിച്ചടി. പക്ഷെ അറിയില്ലല്ലോ, ഒരുപക്ഷെ അങ്ങനെ ആശങ്കയോടെ കാത്തിരിക്കുന്നതും അല്ലെങ്കിൽ എപ്പോൾ വരുമെന്ന ഭീതിയിൽ കാത്തിരിക്കുന്നതുമാണ് കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും മികച്ച ശിക്ഷ ഈ സമയത്തല്ല. ഏറ്റവും വലിയ ശിക്ഷയാണ് ഷിജാദ്, അത് മനസ്സിലാക്കും. കാരണം ഇന്ന് ഭുജിൽ നിന്ന് നമ്മുടെ ഒരു ബോർഡർ എന്ന് പറഞ്ഞ് തുടങ്ങിക്കഴിഞ്ഞാൽ, അതായത് IB ഒരു യുദ്ധം അല്ലെങ്കിൽ അന്യോന്യം ഒരു പ്രശ്നം, ഒരു രണ്ട് രാഷ്ട്രങ്ങൾ തമ്മിൽ പ്രശ്നത്തേക്ക് പോയി കഴിഞ്ഞാൽ അത് IBയിൽ ആണോ, എന്തായാലും ഒരു രാഷ്ട്രത്തിൽ നിന്നും മറ്റൊരു രാഷ്ട്രത്തിൽ സൈനികമായി നമ്മൾ കയറി അടിച്ചു കഴിഞ്ഞാൽ അത് യുദ്ധം തന്നെയാണ്. അതാണ് ഇന്റർനാഷണൽ കൺവെൻഷൻസിലും UNOയുടെയും എല്ലാവരുടെയും ഡിക്ലറേഷൻസിലുള്ളത്. അതൊരു യുദ്ധമായി തന്നെയാണ് കൺസിഡർ ചെയ്യുന്നത്. ഇപ്പോൾ യുദ്ധമാകുമ്പോൾ ഞാനിത് LOCയിലാണോ ചെയ്യുന്നത്, അതോ ഞാനത് ചെയ്യുന്നത് IB ഏരിയയിലാണോ എന്നുള്ളതിൽ അവിടെ കാര്യമൊന്നുമില്ല. കാരണം യുദ്ധമാണത്. അപ്പോൾ ഭുജിൽ നിന്ന് ഏതുവരെ ആയിരിക്കും ഇവര് കാത്തുപിടിച്ച് ഇരിക്കുന്നത് ഇന്ത്യക്ക് വേണ്ടി, ഇവൻ ഏതിലേക്കൂടി എപ്പോഴും വരും, എന്തെല്ലാം കൊണ്ട് എന്റെ തലയ്ക്ക് മേലെ വരും എന്ന് അതവർക്കറിയാം. എന്തായാലും ആശങ്കയോടെ ഇരിക്കട്ടെ. അത്രയും നമ്മുടെ ഹൃദയത്തെ, നമ്മുടെ രാജ്യത്തിന്റെ ഹൃദയത്തെ ഞെട്ടിച്ച ഒരു സംഭവമാണ്. കേണൽ ജയകുമാർ, ഞാൻ ഇപ്പോൾ അങ്ങയിലേക്ക് മടങ്ങി വരാം. കൊച്ചിയിൽ ഡാനി പോൾ ഉണ്ട്. ഒരു പക്ഷേ നമ്മുടെ കേരളത്തെ ഏറ്റവും വിഷമിപ്പിച്ചത് ഇന്നലെ കൊച്ചിയിൽ നിന്ന് യാത്ര പോയ ഒരു മനുഷ്യന്റെ ദാരുണാന്ത്യമായിരുന്നു. N. രാമചന്ദ്രൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു സമയത്താണ് ഈ ഒരു ആക്രമണത്തിന് ഇരയാവുന്നതും മരണത്തിന് കീഴടങ്ങുന്നതും. ഇന്നലെ രാത്രി അദ്ദേഹത്തിന്റെ മൃതദേഹം കൊച്ചിയിലെത്തിച്ചു. ഡാനി, ഒരു ഞെട്ടൽ, ഒരു നാടിന് മുഴുവൻ ഞെട്ടലാണ്. അവിടെ വളരെ ജനകീയനായ ഒരു മനുഷ്യനായിരുന്നു. കുടുംബത്തോടൊപ്പം പേരക്കുട്ടികൾക്കൊപ്പം ഒരു യാത്ര പോയി തിരിച്ച് ജീവനില്ലാതെ മടങ്ങിയെത്തുന്നത് അത്യന്തം വേദനാജനകമാണ്, ദുഃഖകരമാണ്. ഇന്നലെ രാത്രി തന്നെ മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റൂ. എന്താണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ? ശ്രീജ, വളരെയധികം ഞെട്ടലുണ്ടാക്കിയ വാർത്തയായിരുന്നു പ്രദേശത്ത്. ഇടപ്പള്ളി
കാരണം പലർക്കും തന്നെ അദ്ദേഹത്തെ നേരിട്ട് അറിയാവുന്ന ഒരാൾ തന്നെയാണ്, എനിക്കും അടുത്ത പരിചയമുള്ള ഒരാൾ തന്നെയാണ്. കാരണം അദ്ദേഹം വളരെ സൗമ്യനായി ശാന്തനായ എല്ലാവരോടും ഇടപെടുന്ന ഒരു വ്യക്തിത്വം, മിതഭാഷയായ ഒരാൾ, വളരെ സൗഹൃദങ്ങളടക്കം സൂക്ഷിച്ചിരുന്നു. അദ്ദേഹം ഒരു സാമൂഹിക പ്രവർത്തന മേഖലയിലും എല്ലാം തന്നെ വളരെ സജീവമായിരുന്ന ഒരാളാണ്. താൻ കൃത്യമായി ഈ ദിവസങ്ങളിൽ തിരിച്ചെത്തുമെന്ന് സുഹൃത്തുക്കളോടടക്കം പരിചയമുള്ളവരോടടക്കം പറഞ്ഞിരുന്നു. വിനോദയാത്രയ്ക്ക് പോകുന്ന കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞു വെച്ചിട്ടാണ് അദ്ദേഹം കടന്നു പോകുന്നത്. വളരെ ഞെട്ടിപ്പിക്കുന്ന രീതിയിലായിരുന്നു. ഇങ്ങനെയൊരു ഭീകരാക്രമണം സംഭവിക്കുന്നു, അപ്പോൾ ഇവിടെ നിന്ന് ഒരാൾ കൂടി ഉണ്ട് എന്നത് എല്ലാവരെയും വേദനിപ്പിക്കുന്ന രീതി. ഈ സംഭവം വേദനാജനകം തന്നെയാണെങ്കിലും അത് കൂടുതൽ വേദന നമുക്ക് അടുത്തവരിലേക്ക് എത്തുമ്പോൾ തന്നെയാണ്. ഏതായാലും അത് സംഭവിച്ചിരിക്കുന്നു എന്നതാണ്. ഇന്നലെ രാത്രിയോടുകൂടിയാണ്, ഏതാണ്ട് 8:30 മൃതദേഹം നെടുമ്പാശ്ശേരിയിൽ എത്തിച്ചത്, ഡൽഹിയിൽ നിന്ന് എത്തിച്ചത്. അദ്ദേഹത്തെ യാത്രാ സംഘത്തിലുണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ ഭാര്യയും മകളും അവരുടെ ഇരട്ടക്കുട്ടികളുമാണ് ഉണ്ടായിരുന്നത്. ഭാര്യയോട് ഇന്നലെ നെടുമ്പാശ്ശേരിയിൽ എത്തുമ്പോൾ മാത്രമാണ് ഈ വിവരം പറയുന്നത്. അവർ വിദ്യാഭവൻ സ്കൂളിലെ ഒരു അധ്യാപികയാണ്, റിട്ടയർഡ് അധ്യാപികയാണ്. അവരോട് ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ അവർക്കുണ്ടായിരുന്നു. അതുകൊണ്ട് ആ ഭീകരാക്രമണം നടക്കുമ്പോഴും അവർ ഹോട്ടലിൽ ഇരുത്തിയാണ് ഇവർ പഹൽഗാമിലേക്ക് പോകുന്നതെല്ലാം തന്നെ ചെയ്യുന്നത്. തിരിച്ച് ഇങ്ങോട്ട് വരുമ്പോൾ ഈ യാത്രയിലുടനീളം അവരോട് ഒരു അപകടം പറ്റിയെന്നത് മാത്രമായിരുന്നു പറഞ്ഞിരുന്നത്. ഇന്നലെ ഇവിടെ എത്തിച്ച ശേഷമാണ്, നെടുമ്പാശ്ശേരിയിൽ ഇറങ്ങിയ ശേഷമാണ് അവരോട് ഈ അതീവ വേദനാജനകമായ ഈ കാര്യം അവരോട് പങ്കുവയ്ക്കുകയും എല്ലാം തന്നെ ചെയ്യുന്നത്. നാളെയാണ് സംസ്കാര ചടങ്ങും പൊതുദർശനവും ക്രമീകരിച്ചിരിക്കുന്നത്. ഇന്നലെ നെടുമ്പാശ്ശേരിയിലെത്തിയ മൃതദേഹം കേന്ദ്ര സംസ്ഥാന മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ ചേർന്നാണ് ഏറ്റുവാങ്ങിയവർ അവിടെ ആദരാഞ്ജലികൾ അർപ്പിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ സ്വകാര്യ ആശുപത്രി മോർച്ചറിയിലേക്കാണ് പിന്നീട് കൊണ്ടുപോവുകയും ചെയ്തത്. അദ്ദേഹത്തിന്റെ സഹോദരൻ തിരിച്ചെത്താനുണ്ട്. അദ്ദേഹം അമേരിക്കയിലേക്ക് കഴിഞ്ഞ ദിവസങ്ങളിലാണ് പോയത് മകനെ സന്ദർശിക്കാൻ. അദ്ദേഹം തിരിച്ചെത്തുന്നു. തിരിച്ചെത്തിയ ശേഷമാണ്, അതുകൊണ്ടാണ് സംസ്കാര ചടങ്ങുകൾ ഈ ദിവസങ്ങളിലേക്ക് മാറ്റാനുള്ളൊരു കാരണം കൂടി. നാളെ രാവിലെ 7 മണിക്ക് ചങ്ങമ്പുഴ പാർക്കിൽ, ഇടപ്പള്ളിയിലെ ചങ്ങമ്പുഴ പാർക്കിലാണ് പൊതുദർശനത്തിനുള്ളൊരു ക്രമീകരണം ചെയ്തിരിക്കുന്നത്. രാവിലെ 7 മണി മുതൽ 9 മണി വരെ അവിടെ പൊതുദർശനത്തിനുള്ള ക്രമീകരണങ്ങൾ അവിടെ ചെയ്തിട്ടുണ്ട്. 9 മണിക്ക് ശേഷമാണ് വീട്ടിലേക്ക്, ഇവിടെ എടപ്പള്ളി ഹൈസ്കൂൾ എന്ന് പറയുന്ന ഭാഗത്ത്, അവിടെ മങ്ങാട്ട് റോഡിലാണ് അദ്ദേഹത്തിന്റെ വസതി, അവിടേക്ക് കൊണ്ടുപോകുന്നത്. ഏതാണ്ട് 11:30-12 മണി വരെയാണ് വീട്ടിൽ പൊതുദർശനവും മറ്റു ചടങ്ങുകൾക്കും വേണ്ടി ക്രമീകരിച്ചിരിക്കുന്ന സമയം. അതിനുശേഷം ഇടപ്പള്ളി പൊതുശ്മശാനത്തിലേക്ക് സംസ്കാരത്തിനായി കൊണ്ടുപോകുന്നു. വലിയൊരു ജനാവലി തന്നെ അവിടെ പ്രതീക്ഷിക്കപ്പെടുന്നു. കാരണം വളരെ അടുപ്പം എല്ലാവരോടും തന്നെ വെച്ചു പുലർത്തിയ ഒരാളായിരുന്നു. ഇടപ്പള്ളി ചങ്ങമ്പുഴ പാർക്ക് അടക്കമുള്ള മേഖലകൾ, അദ്ദേഹത്തിന്റെ സാംസ്കാരിക പ്രവർത്തനങ്ങളെല്ലാം തന്നെ അവിടെ വളരെ സജീവമായിട്ട് ഇടപെട്ടിരുന്ന ഒരാൾ കൂടിയാണ്. ഏതായാലും ഈ രീതിയിലാണ് അദ്ദേഹത്തിന്റെ ഈ പൊതുദർശന കാര്യങ്ങളും സംസ്കാരമടക്കമുള്ള കാര്യങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ടവരുടെയും കുടുംബത്തിന്റെയും ഒക്കെ ദുഃഖത്തിൽ പങ്കുചേരുകയും, അത് വെറുതെ പറയുന്നതല്ല, വാക്കുകൾ കൊണ്ട് പറയുന്നതല്ല, അത് അത്രമേൽ ക്രൂരമായ ഒരു കൊലപാതകം, മരണം ആണ്. അത് ഡിസേർവ് ചെയ്യുന്നതായിരുന്നില്ല അവിടെ എത്തിയ ആരും എന്നതാണ് അതിലേറ്റവും ദുഃഖകരമായ കാര്യം. കേണൽ ജയകുമാർ, ഒരു പക്ഷേ ഈ ആക്രമണത്തിന്റെ ഒരു ശൈലി നമ്മളെ മറ്റെന്തിനേക്കാൾ കൂടുതൽ വേദനിപ്പിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഒരുപക്ഷെ അവരിട്ട വിത്ത് മറ്റൊരു തരത്തിൽ കൂടി അത് ഹിന്ദുവാണോ എന്ന് നോക്കി വെടിവെച്ചു എന്നൊക്കെ ഉള്ള വാർത്തകൾ പുറത്തു വരുമ്പോൾ അത് നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന ഒരു വിഭജനം കൂടി അവർ മുൻകൂട്ടി കണ്ടേക്കാം. അങ്ങനെ ഒരു ഏറ്റവും ക്രൂരമായ കൊലപാതകം എന്ന് മാത്രമല്ല, അതിന് പിന്നിൽ ഒരു ക്രൂരമായ ലക്ഷ്യം കൂടി ഉണ്ടായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഈ ഒരു ആക്ഷനെ, ഇന്നലെ കഴിഞ്ഞ ദിവസം നടന്ന ഈ ഒരു ആക്രമണത്തെ ഈ 2 ദിവസം ആവുമ്പോഴത്തേക്കും എങ്ങനെയാണ് നിങ്ങളെപ്പോലെയുള്ള വിദഗ്ധർ, പ്രത്യേകിച്ച് ആക്രമണങ്ങളെ പറ്റി ഒരുപാട് കേൾക്കുകയും കാണുകയും ഒക്കെ ചെയ്തിട്ടുള്ളവർ വിലയിരുത്തുന്നത്? ഷീജ പറഞ്ഞത് വളരെ ശരിയാണ്. വളരെ ഭീരുത്വം നിറഞ്ഞ ഒരു ആക്രമണമായിരുന്നു ഇന്നലെ മിനിഞ്ഞാന്ന് അവിടെ നടന്നത്. അതായത് നമ്മളെപ്പോലെ ഈക്വലി പ്രിപ്പയർഡ് ആയിട്ടുള്ള പട്ടാളക്കാരെ നേരിടുന്നത് പോലെ അല്ല പാവങ്ങളായ നാട്ടിലുള്ള മനുഷ്യർ. ലീവും, കുട്ടികൾക്ക് ലീവും മറ്റുമൊക്കെ ഉള്ള, അല്ലെങ്കിൽ സ്കൂളെല്ലാം അടച്ചിരിക്കുന്ന അവസരങ്ങളിൽ കുഞ്ഞുങ്ങളും ഭാര്യയും മക്കളുമായിട്ടൊക്കെ ഇറങ്ങാൻ പോകുന്ന സ്ഥലത്ത് പോയി ഒളിച്ചും പതുങ്ങിയും നിന്ന് പട്ടാളത്തിന്റെ വേഷം ഇട്ടിട്ട് ഇറങ്ങി വരികയും ആർക്കും സംശയം തോന്നാത്ത രീതിയിൽ, എന്നിട്ട് അവിടെയുള്ള ആൾക്കാർ ഇങ്ങനെ
കൊല്ലുകയും ചെയ്യുന്നത്. ഇത് ഏറ്റവും വലിയ ഭീരുത്വം നിറഞ്ഞ ഒരു രീതിയാണ്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഈ ശ്രീജ ഇപ്പം പറഞ്ഞൊരു കാര്യം, അതായത് ഒരു പർട്ടിക്കുലർ സമുദായത്തിലുള്ള ആൾക്കാരെ അവർ ചോദിച്ചു മനസ്സിലാക്കി എന്നൊക്കെ ശരിയാണ്. ഇത് അത്തരത്തിലുള്ള കുറേ വീഡിയോകൾ ഓൺ ഗ്രൗണ്ടിൽ നിന്ന് ആൾക്കാർ അയച്ചതെല്ലാം ഉണ്ട്, സമൂഹ മാധ്യമങ്ങളിലും മറ്റും അവൈലബിൾ ആണ്. ഞാനും കുറേയൊക്കെ കണ്ടു. അതിൽ നിന്നൊക്കെ ഒരു കാര്യം മനസ്സിലാക്കാനുണ്ട്. ഈ സ്ഥലം എന്ന് പറയുന്നത് സാധാരണ രീതിയിൽ റോഡിൽ നിന്ന് ഡ്രൈവ് ചെയ്ത് നേരെ കയറി ചെല്ലാവുന്ന ഒരു സ്ഥലമല്ല. സാധാരണ എല്ലാവരും നടന്നും, അതായത് ട്രെക്കിംഗ് ചെയ്തും അല്ലെങ്കിൽ പോണീസിനെ ഉപയോഗിച്ചും ഹോഴ്സസിന്റെ പുറത്ത് കയറിയും മറ്റുമൊക്കെയാണ് അവിടെ പോകുന്നത്, കറങ്ങാനും മറ്റുമൊക്കെ. വളരെ സുന്ദരമായ ഒരു പ്രദേശമാണ്. അവിടെ ഉണ്ടായിരുന്നു, ഞങ്ങൾ ആ ഏരിയയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഈ വന്നവരുടെ ഉദ്ദേശം വേറൊന്നും കൂടിയായിരുന്നു. നമ്മുടെ നാട്ടിൽ ഈ കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് ന്യൂസ് പേപ്പറിലാവട്ടെ, അല്ലെങ്കിൽ TV ന്യൂസുകളിലാവട്ടെ, ഇല്ലെങ്കിൽ ഓരോ ലീഡേഴ്സ് എന്ന് കരുതുന്ന നമ്മുടെ സമൂഹത്തിലുള്ള അത് പൊളിറ്റിക്കൽ പാർട്ടികളുടെ ആയിരുന്നാലും അല്ലെങ്കിൽ റിലീജിയസ് പാർട്ടികളുടെ ആയിരുന്നാലും എന്തിൻ്റെയും ലീഡേഴ്സ് എന്ന് കരുതുന്ന ആൾക്കാരുടെ വായിൽ നിന്ന് വരുന്ന ഡയലോഗുകൾ അത്ര ശുഭകരമല്ലായിരുന്നു. കാരണം ജാതി, മതം, ഭാഷ, നാട്, സൗത്ത്, നോർത്ത് ഇതെല്ലാം കുറച്ചു കാലമായി കുറച്ചധികം നമ്മുടെ ഇന്ത്യയിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ഒരു വീക്ക്നെസ് ആണെന്നുള്ളത് ഇംഗ്ലീഷുകാർക്ക് മാത്രമല്ല നമ്മുടെ എനിമിക്കും അറിയാം. അത് പാക് ISI വളരെ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിച്ചു ഇവിടെ. അതായത് ഓരോരുത്തരോടും സ്ത്രീകളെയും കുട്ടികളെയും അവരൊന്നും ചെയ്തില്ല. രണ്ടാമത്തത്, ആ ചുറ്റുപാടിലുള്ള ആൾക്കാർ അല്ലെങ്കിൽ അവിടെ കടകൾ നടത്തുന്ന, അവിടെ ഈ എന്താ പറയുക ഢാബ ഇങ്ങനെയുള്ള ഈ ആഹാര സാധനങ്ങളും മറ്റുമൊക്കെ കിട്ടുന്ന, അല്ലെങ്കിൽ അത്യാവശ്യ സാധനങ്ങൾ കിട്ടുന്ന കടകളൊക്കെ ഉണ്ട്. അതെല്ലാം നടത്തുന്ന ആരെയും അവരൊന്നും ചെയ്തില്ല. ഒരു പർട്ടിക്കുലർ ജാതി അല്ലെങ്കിൽ ഒരു മതത്തിലുള്ള ആൾക്കാരെ മാത്രം തെരഞ്ഞു പിടിച്ചവർ കണ്ടു. ആരെ പിടിച്ചോ അവരോട് ചോദിച്ചത് പേര്, ഒരു പക്ഷേ അവർ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള പേരാണ് പറഞ്ഞത്. അവരെ ചെക്ക് ചെയ്യാനുള്ള ഒരു സിസ്റ്റം അവർ ഇവോൾവ് ചെയ്തു. അതായത് വസ്ത്രം മാറ്റും, അല്ലെങ്കിൽ ID കാർഡ് കാണിക്കും, ഇതൊക്കെ അവർ ചെയ്തു. അപ്പൊ ഇത് ചെയ്തതിന്റെ പുറകെ ഒരു വലിയ ദുഷ്ട ലക്ഷ്യമുണ്ട്. അത് നമ്മൾ ഭാരതീയവാസികൾ, നമ്മൾ ഇന്ത്യക്കാർ അത് മനസ്സിലാക്കാനുള്ള നല്ല മനസ്സുള്ള ആൾക്കാർ, വലിയ മനസ്സുള്ള ആൾക്കാരാണ് ഇന്ത്യ എന്നാണ് ഞാൻ കരുതുന്നത്. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നത് ഒരു പക്ഷേ മറ്റൊരിക്കലും നമ്മൾ കണ്ടിട്ടില്ലാത്ത വിധം ഇന്നലെ നമ്മൾ ഒറ്റക്കെട്ടായിരുന്നു. നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ടാണ് പറയുന്നത്. അതെ അതെ. അതില് ഒരു കാര്യം ഷീജ ഓർക്കുന്നുണ്ടെങ്കിൽ ഓർമ്മയുണ്ടോ? പറഞ്ഞു ചിലരൊക്കെ അത് മെൻഷൻ ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടിരുന്നു. അവിടെ ഉണ്ടായിരുന്ന ഒരു കുട്ടി, അതായത് നമ്മുടെ ഈ പോണി കൊണ്ടുപോകുന്ന ഒരു ഡ്രൈവർ, അതായത് പോണി ഡ്രൈവർ എന്ന് പറഞ്ഞാൽ ഈ കുതിരയും കൊണ്ടുപോകുന്ന ഒരു പയ്യൻ, സയ്യിദ് ആദിൽ ഹുസൈൻ. ഈ ആദിൽ ഹുസൈൻ, ജസ്റ്റ് ഇമാജിൻ, ഈ കുട്ടി അവൻ കൊണ്ടുപോയ ആൾക്കാരെ പുറത്ത് ഈ പ്രശ്നം ഉണ്ടാകുമെന്ന് കഴിഞ്ഞിട്ട് അവർ രക്ഷിക്കാനായിട്ട് ഈ തോക്കുമായി നിൽക്കുന്ന ഒരു ടെററിസ്റ്റിനോട് അവൻ ഏറ്റുമുട്ടുന്നു. അത് പിടിച്ചു പറിക്കാൻ ശ്രമിക്കുന്നു, ആ തോക്ക്. ആലോചിച്ച് നോക്കിയേ. അപ്പൊ അവിടെയുള്ള നാട്ടിലുള്ള ഇവര് പ്രതീക്ഷിക്കാത്ത അല്ലെങ്കിൽ അവരുടെ ആൾക്കാരെന്ന് അവർ കരുതുന്ന ആ മതത്തിലുള്ള ഒരു കുട്ടി അവരെ തന്നെ എതിർക്കാൻ മുമ്പ് തോക്കും അതിൽ നിറയെ 10-36 ഉണ്ടയുമായിട്ട് നിൽക്കുന്ന ഒരു AK-47 ആയിട്ട് നിൽക്കുന്ന ഒരാളിനെ അവൻ എതിർക്കുന്നു. അവരെന്ന് പിടിച്ചു പറിക്കാൻ ശ്രമിക്കുന്നു. ഇൻ ദി ബാർഗൈൻ ഹി ഗോട്ട് കിൽഡ്, പുവർ ചാപ്പ്. ആ ബാർഗൈനില് ഹി ഗോട്ട് കിൽഡ്. അതാണ് നമ്മൾ കാണേണ്ടത്. തീർച്ചയായിട്ടും അതെ. അത് മാത്രമല്ല, ഇന്നലെ കാശ്മീരിൽ നിന്ന് ഉയർന്ന ശബ്ദങ്ങളും വളരെ പ്രത്യാശ നൽകുന്നതാണ്. ഒറ്റക്കെട്ടായി ജനങ്ങൾ എതിർക്കുന്നു. പിന്നെ ഇന്നലെ ഒരു ബന്ദായിരുന്നിട്ട് പോലും സർവ്വ കടകളിലുള്ളവരും, സർവ്വ ദുഃഖാന്താരും, സർവ്വ മനുഷ്യരും പുറത്ത്, അതാണെന്നോ പെണ്ണെന്നോ കുട്ടികളെന്നോ സ്കൂളിൽ പോകുന്ന കോളേജിൽ പോകുന്ന ജോലി ചെയ്യുന്ന ആൾക്കാരൊന്നും ഇല്ല. എല്ലാവരും ഒരേപോലെ ഒരേ ശബ്ദത്തിൽ പുറത്തിറങ്ങി അവര് പാകിസ്ഥാൻ അഗെയിൻസ്റ്റ് ആയിട്ടും ISIക്ക് അഗെയിൻസ്റ്റ് ആയിട്ടും ഈ ടെററിസ്റ്റുകൾക്ക് അഗെയിൻസ്റ്റ് ആയിട്ടും ഉറക്കെ ഇത്രയും ശബ്ദത്തോടുകൂടി സംസാരിക്കുന്ന ഒരു അവസരം മുമ്പ് ഉണ്ടായിട്ടില്ല. തീർച്ചയായിട്ടും അതിൽ നമുക്ക് പ്രതീക്ഷ അർപ്പിക്കാം. കേണൽ ജയകുമാർ, ഒരു പക്ഷേ ഇന്നത്തെ ദിവസം നമ്മളെ ഹോപ്പ്ഫുൾ ആയി നിർത്തുന്നത്, ഇനി അങ്ങോട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ, ഇന്ത്യ എന്ന മഹാരാജ്യത്ത് നമുക്ക് മുന്നോട്ട് പോകാൻ പ്രതീക്ഷ നൽകുന്ന ആ ഒറ്റക്കെട്ടായുള്ള ശബ്ദങ്ങളാണ്. താങ്ക് യു സോ മച്ച് രാവിലെ ഞങ്ങളോടൊപ്പം ഇത്രയും നേരം സംസാരിച്ചതിന്. എന്തായാലും നമുക്ക് പ്രതീക്ഷയോടെ ഇരിക്കാം. കാരണം ഒരു തീവ്രവാദിക്കും നമ്മുടെ അഖണ്ഡതയെ, നമ്മുടെ ഐക്യത്തിനെ, നമ്മുടെ മതേതരത്വത്തെ മുറിവേൽപ്പിക്കാൻ കഴിയില്ല എന്ന് തന്നെ നമുക്ക് ഉറച്ചു പറയാം. ആ ശബ്ദം ഈ സമയത്ത് ഉയരേണ്ടത് അത്യാവശ്യമാണ്. അങ്ങനെ
അതിനൊരു മറുപടി, അതിന് ഉദാഹരണമായിരുന്നു നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആദിൽ ഹുസൈൻ എന്ന 28-കാരൻ. മതവിദ്വേഷം പടർത്താൻ മതം നോക്കി ഭീകരർ ആളെ കൊന്നപ്പോൾ ഭീകരരെ നേരിട്ട് വീരമൃത്യു വരിച്ച ആ നാട്ടുകാരൻ, പഹൽഗാം സ്വദേശിയായ സയ്യിദ് ആദിൽ ഹുസൈൻ. അവന്റെ ധീരതയ്ക്ക് മുന്നിൽ നമുക്ക് പ്രണാമം അർപ്പിക്കാം. ബൈസരൻ താഴ്വരയുടെ മനോഹാരിത ആസ്വദിച്ചു നിന്ന സഞ്ചാരികൾക്കിടയിലേക്ക് അവർ കടന്നുവന്നു. AK-47 തോക്കേന്തിയ ഭീകരർ. ഒറ്റ നിമിഷത്തിൽ സന്തോഷത്തിന്റെ അന്തരീക്ഷം ഭയത്തിൻ്റെതായി. ഓരോരുത്തരെയായി പിടിച്ചു നിർത്തി അവർ വെടിയുതിർത്തു. അതുവരെ ഒപ്പമുണ്ടായിരുന്ന ഉറ്റ ബന്ധുക്കൾ വെടിയേറ്റു പിടഞ്ഞു മരിക്കുന്ന കാഴ്ച നിസ്സഹായരായി കണ്ടു നിൽക്കേണ്ടി വന്നവർ. എന്നെ കൂടി കൊല്ലൂവെന്ന് കരഞ്ഞു വിളിച്ച സ്ത്രീകൾ. നിസ്സഹായരുടെ ആ താഴ്വരയിൽ മരണത്തിന് ഊഴം കാത്തുനിന്നവരുടെ ഇടയിൽ നിന്നും ഒരു ചെറുപ്പക്കാരൻ ധൈര്യത്തോടെ മുന്നിലേക്ക് വന്നു. മുന്നിൽ നിന്ന ഭീകരന്റെ തോക്ക് പിടിച്ചെടുക്കാൻ ശ്രമിച്ചു. ഈ സമയം കൊണ്ട് കുറേയേറെ സഞ്ചാരികൾ ഓടി രക്ഷപ്പെട്ടു. പക്ഷേ യന്ത്രത്തോക്കേന്തിയ ആ പോവുകയാണ്. CMRL എക്സാലോജിക് ഇടപാടിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണയ്ക്ക് മുഖ്യ പങ്കെന്ന് SFIയുടെ അന്തിമ റിപ്പോർട്ട്. എക്സാലോജിക് സേവനം നൽകിയതിന് തെളിവില്ല. CMRL വീണയ്ക്ക് പ്രതിമാസം 5 ലക്ഷവും എക്സാലോജിക്കിന് 3 ലക്ഷവും നൽകി. വീണയും ശശിധരൻ കർത്തായും ഒത്തുകളിച്ച് തട്ടിയത് 2,78 ലക്ഷം രൂപയെന്നും SFIO. ഈ റിപ്പോർട്ടിൽ വീണ 11ാം പ്രതിയാണ്. ഡാൻ കുര്യൻ വിവരങ്ങളുമായി. ഡാൻ, ഏറ്റവും പ്രധാനപ്പെട്ട SFIയുടെ അന്തിമ റിപ്പോർട്ടിലെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. അതായത് ഈ പണം എന്തിനു നൽകി എന്ന് ബോധ്യപ്പെടുത്താൻ വീണയ്ക്ക് കഴിഞ്ഞിട്ടില്ല. ഇവർ ഒത്തുകളിച്ചു എന്നൊരു നിഗമനത്തിലേക്കാണോ SFIO എത്തിയിട്ടുള്ളത്? അങ്ങനെയെങ്കിൽ അതിന്റെ ബാക്കി എന്തൊക്കെയാണ്? കുരുക്ക് മുറുകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ് എന്ന് വേണം ഇപ്പോൾ SFIയുടെ ഭാഗത്തു നിന്ന് അന്തിമമായി പുറത്തു വന്നിരിക്കുന്ന ഈ റിപ്പോർട്ടിലെ വിശദാംശങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ. SFIയുടെ സമഗ്രമായ റിപ്പോർട്ടാണ് കോടതിയിൽ കൊച്ചിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. അതിൽ പ്രധാനമായി എടുത്തു പറയുന്നത് വീണ വിജയൻ നേതൃത്വം നൽകുന്ന എക്സാലോജിക് സൊല്യൂഷൻസ് കമ്പനിയും അതോടൊപ്പം തന്നെ CMRL MD ആയ ശശിധരൻ കർത്തായും ചേർന്ന് ഒത്തുകളിച്ച് 2.78 കോടി രൂപ CMRL നിന്ന് തട്ടിയെടുത്തു എന്നാണ്. അങ്ങനെ ഒരു ഗുരുതരമായ ആക്ഷേപമാണ് ഈ കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന റിപ്പോർട്ടിൽ ഉള്ളത്. അതിൽ പറഞ്ഞിരിക്കുന്നത് IT കൺസൾട്ടൻസി സേവനങ്ങൾക്ക് എന്ന പേരിലാണ് ഈ പണം കൈമാറിയതെന്ന് പറയുമ്പോഴും അങ്ങനെയൊരു സേവനം CMRLന് നൽകിയതിന്റെ ഒരു തെളിവുകളും ഒരു രേഖകളും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെന്നാണ്. മാത്രവുമല്ല എക്സാലോജിക് സൊല്യൂഷൻസിന് പ്രതിമാസം 3 ലക്ഷം രൂപ CMRL കമ്പനി കൈമാറിയിരുന്നതിന്റെയും വീണ വിജയന് പ്രത്യേകമായി 5 ലക്ഷം രൂപ കൈമാറിയതിന്റെയും തെളിവുകൾ ലഭിച്ചിട്ടുണ്ട് എന്നുകൂടി ഈ റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട്. ആദ്യഘട്ടം മുതൽ ഈ ഒരു ആരോപണം ഉയർന്ന ഘട്ടത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസും അതോടൊപ്പം തന്നെ ഇടതു നേതാക്കളുമൊക്കെ ഈ വിഷയത്തെ പ്രതിരോധിക്കാൻ ശ്രമിച്ചിരുന്നത് എക്സാലോജിക് സൊല്യൂഷൻസ് CMRL നൽകിയ സേവനങ്ങൾക്കുള്ള പ്രതിഫലമായിട്ടാണ് പ്രതിമാസം എക്സാലോജിക് സൊല്യൂഷൻസിന് ഈ പണം ലഭിച്ചിരുന്നത് എന്നാണ്. പക്ഷേ ഈ റിപ്പോർട്ടിൽ എടുത്തു പറയുന്ന കാര്യം എക്സാലോജിക് സൊല്യൂഷൻസിന് 3 ലക്ഷം രൂപ വീതം നൽകിയിരുന്നു. അതുകൂടാതെ വീണ വിജയന്റെ അക്കൌണ്ടിലേക്ക് 5 ലക്ഷം രൂപ വീതം ഈ കമ്പനിയിൽ നിന്ന് കൈമാറിയിരുന്നുവെന്ന് വ്യക്തമാക്കുന്ന തെളിവുകൾ SFIOയ്ക്ക് ലഭിച്ചിരിക്കുന്നുവെന്നാണ്. അങ്ങനെയാണെങ്കിൽ ഈ 2.78 കോടി രൂപ CMRL നിന്ന് വീണ വിജയനും അതോടൊപ്പം തന്നെ ശശിധരൻ കർത്തയും ചേർന്ന് തട്ടിയെടുത്തു എന്ന തരത്തിലുള്ള ഒരു ഗുരുതരമായ ആക്ഷേപമാണ് SFIയുടെ റിപ്പോർട്ടിൽ പ്രധാനമായി എടുത്തു പറയുന്നത്. അതിൽ കോടതിയുടെ ഭാഗത്ത് നിന്ന് ഏതൊക്കെ തുടർ നടപടികൾ ഉണ്ടാകുമെന്നാണ് അറിയാനുള്ളത്. എന്തായാലും ഇത്രയും നാൾ രാഷ്ട്രീയമായ ഒരു വേട്ടയാടലാണ് നടക്കുന്നത് എന്ന് പ്രതിരോധിച്ചുകൊണ്ടിരുന്ന ഇടത് കേന്ദ്രങ്ങൾക്ക് ഇപ്പോൾ SFIO പുറത്തുവിട്ടിരിക്കുന്ന ഈ വിവരങ്ങളും
കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന റിപ്പോർട്ടിലെ വിശദാംശങ്ങളും പുറത്തു വരുമ്പോൾ കൂടുതൽ കുരുക്ക് മുറുകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറുകയാണ് എന്ന് വേണം വിലയിരുത്താൻ. ശരി, ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. SFIO സമർപ്പിച്ച അന്തിമ റിപ്പോർട്ടിലെ വിശദാംശങ്ങൾ പുറത്തുവരുമ്പോൾ അത് മുഖ്യമന്ത്രിയുടെ മകൾ വീണയ്ക്ക് കുരുക്കുണ്ടാക്കുന്നതാണ്. എന്തിനീ പണം നൽകി എന്ന് തെളിയിക്കാൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. വീണ നൽകിയ സേവനങ്ങൾ എന്തെന്ന് തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഒറ്റയാൾ കമ്പനിയായി രജിസ്റ്റർ ചെയ്ത വീണയുടെ എക്സാലോജിക്ക് ഈ പൈസ നേടുക എന്നതായിരുന്നു പ്രധാനപ്പെട്ട ലക്ഷ്യമുണ്ടായിരുന്നത് എന്ന് ഈ റിപ്പോർട്ടിൽ പറയുന്നു. സ്കൂളുകളിലെ IT സേവനങ്ങൾ മാനേജ് ചെയ്യാൻ വേണ്ടി പ്രാഥമികമായി അതിനുണ്ടാക്കിയ ഒരു കമ്പനിയായിരുന്നു ഇത് എന്നുകൂടി SFIO റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. വളരെ ഗുരുതരമായ കാര്യങ്ങൾ. ഒരു പക്ഷേ വീണയെ നേരത്തെ ഡാൻ സൂചിപ്പിച്ചതുപോലെ രാഷ്ട്രീയമായ ആരോപണങ്ങൾ എന്നതിനപ്പുറം എന്താണ് ഈ ക്രമക്കേടിൽ, എന്താണ് ഈ ഇടപാടിലെ ക്രമക്കേട് എന്ന് പറയുന്ന തരത്തിലുള്ള വിവരങ്ങളാണ് ഈ SFIOയുടെ അന്തിമ റിപ്പോർട്ടിലുള്ളത്. ED ഈ റിപ്പോർട്ടിന്റെ കോപ്പി കോടതിയിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട്. അതുകൂടി വെച്ച് നോക്കുമ്പോൾ ചിലപ്പോൾ കുരുക്ക് അല്പം മുറുകിയേക്കാം. മറ്റു വാർത്തകളിലേക്ക്. ദേശീയപാത വികസന പ്രവർത്തികൾ നടക്കുന്ന കാസർഗോഡ് ചെങ്കള മുതൽ തലപ്പാടി വരെ പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ് സന്ദർശനം നടത്തി. ദക്ഷിണേന്ത്യയിലെ ആദ്യ ഒറ്റത്തൂൺ ഫ്ലൈ ഓവർ പാലവും മന്ത്രി സന്ദർശിച്ചു. തലപ്പാടി ചെങ്കള റീച്ചിൽ ദേശീയപാത ഔദ്യോഗിക ഉദ്ഘാടനത്തിനൊരുങ്ങുന്ന നിലയിലാണ്. സർവീസ് റോഡുകളുടെ പണി പൂർത്തിയാകാനുണ്ട്. പലയിടങ്ങളിലും പ്രവൃത്തിയുടെ വേഗം കുറവാണെന്ന് ദേശീയപാത പ്രവൃത്തി പുരോഗതി വിലയിരുത്തിയതിനു ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കവേ മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു. വേഗത കുറവുള്ള റീച്ചുകളിൽ സർക്കാർ ഇടപെടൽ നടത്തും. ദേശീയപാത വികസനം യാഥാർത്ഥ്യമാകുന്നതോടെ കാസർഗോഡിന്റെ ടൂറിസം മേഖലയിൽ വൻ കുതിച്ചുചാട്ടമുണ്ടാകുമെന്ന് മന്ത്രി പറഞ്ഞു. ചില റീച്ചുകളിൽ ഉദ്ദേശിച്ചതുപോലെ വേഗതയിൽ പോകുന്നില്ല. അവിടെ ഇടപെട്ട് പരിഹരിക്കാനുള്ള തുടർച്ചയായ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ജില്ലയിലും ജില്ലാ കലക്ടർമാർക്ക് പ്രത്യേക ചുമതല നൽകിക്കൊണ്ട് ഇടപെടൽ നടക്കുന്നു. ജില്ലാ കലക്ടർമാരും മറ്റും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. മുഖ്യമന്ത്രി തന്നെ ഇടയ്ക്കിടെ യോഗം വിളിക്കുന്നുണ്ട്. വേഗത വർദ്ധിപ്പിക്കാനുള്ള എല്ലാ ശ്രമവും നടത്തുന്നുണ്ട്. 2 ആഴ്ചയിലടക്കെ യോഗം നടത്തുന്നതാണെങ്കിലും എല്ലാ ആഴ്ചയിലും ഞങ്ങൾ അതിൻ്റെ പ്രോഗ്രസീവായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുന്നു. എത്രത്തോളം പുരോഗതിയുണ്ട്, ആ പുരോഗതി എങ്ങനെയാണ് ഉള്ളത് എന്നുള്ള കാര്യങ്ങൾ പൊതുവെ മനസ്സിലാക്കി പോകുന്നുണ്ട്. പുരോഗതിയുടെ വേഗത ഉദ്ദേശിച്ചതുപോലെ ഇല്ലെങ്കിൽ അതിന് ഞങ്ങൾ അപ്പോൾ തന്നെ ഇടപെടൽ നടത്തുന്നുണ്ട്. അത് പരിഹരിക്കാൻ പറ്റും. ദേശീയപാതയിലെ പാലങ്ങൾക്കിടയിലെ സ്ഥലങ്ങൾ ടൂറിസം വികസനത്തിനും മറ്റ് ക്രിയാത്മക പ്രവർത്തനങ്ങൾക്കും വിനിയോഗിക്കും. ന്യൂസ് 18 കാസർഗോഡ്. ഇടുക്കി പരുന്തുംപാറയിലെ കയ്യേറ്റം സംബന്ധിച്ച ആദ്യഘട്ട അന്വേഷണം ഉടൻ പൂർത്തിയാകും. മഞ്ചുമല, പീരുമേട് വില്ലേജുകളിലെ 2 സർവേ നമ്പറുകളിലായി സ്ഥലം കൈവശം വെച്ചിരിക്കുന്ന 1000-ലധികം പേർക്ക് രേഖകൾ ഹാജരാക്കാൻ റവന്യൂ വകുപ്പ് നിർദ്ദേശം നൽകി. ചങ്ങനാശ്ശേരി തൃക്കോടിത്താനം സ്വദേശി സജിത് ജോസഫ് പരുന്തുംപാറയിൽ ബഹുനില കെട്ടിടങ്ങൾ നിർമ്മിച്ചത് പട്ടയ വ്യവസ്ഥകൾ ലംഘിച്ചാണെന്നും റവന്യൂ വകുപ്പ് കണ്ടെത്തി. പീരുമേട് വില്ലേജിലെ സർവേ നമ്പർ 534 ഭൂമിക്ക് നൽകിയ പട്ടയം ഉപയോഗിച്ചാണ് മഞ്ചുമല വില്ലേജിലെ സർവേ നമ്പർ 441 സർക്കാർ ഭൂമി കയ്യേറിയതെന്നാണ് റവന്യൂ വകുപ്പിന്റെ കണ്ടെത്തൽ. ഇത് സ്ഥിരീകരിക്കുന്നതിനുള്ള പരിശോധനകളാണ് നടക്കുന്നത്. 2 സർവേ നമ്പറിലും ഭൂമി കൈവശം വച്ചിരിക്കുന്നവരോട് 15 ദിവസത്തിനുള്ളിൽ രേഖകൾ ഹാജരാക്കാൻ നിർദ്ദേശം നൽകി. ഇവ റവന്യൂ വകുപ്പിന്റെ കൈവശമുള്ള രേഖകളുമായി ഒത്തുനോക്കും. സർക്കാർ ഭൂമി കയ്യേറിയതായും പട്ടയവ്യവസ്ഥ ലംഘിച്ച് കെട്ടിടങ്ങൾ നിർമ്മിച്ചതായും കണ്ടെത്തിയാൽ ഭൂസംരക്ഷണ നിയമപ്രകാരമുള്ള നടപടികളിലേക്ക് കടക്കും. 5 സർവേ നമ്പറുകളിൽ കെട്ടിട നിർമ്മാണത്തിന് ഏർപ്പെടുത്തിയ നിരോധനാജ്ഞ പിൻവലിക്കേണ്ടത് മെയ് 5-നാണ്. അതിനു മുൻപ് ആദ്യഘട്ടം പൂർത്തിയാക്കാനാണ് ഇടുക്കി സബ് കളക്ടറുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘത്തിന് കളക്ടർ നിർദ്ദേശം നൽകിയത്. ഇതോടൊപ്പം സ്ഥലത്തിന്റെ സർവേയും പുരോഗമിക്കുന്നുണ്ട്. മറ്റൊരു സർവേ നമ്പറിലെ പട്ടയം ഉപയോഗിച്ച് ഇവിടെ സ്ഥലം കൈവശം വച്ചിരിക്കുന്നതായി സർവേയിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഇവർക്ക് യഥാർത്ഥത്തിൽ പട്ടയം കിട്ടിയ സ്ഥലം കണ്ടെത്താനുള്ള പരിശോധനകളും സർവേ വിഭാഗം നടത്തുന്നുണ്ട്. കയ്യേറ്റം ആരാണെന്ന് തെളിഞ്ഞാൽ ഭൂസംരക്ഷണ നിയമപ്രകാരം കേസെടുക്കും. ന്യൂസ് 18 ഇടുക്കി. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കവേ UDFന്റെ നിലമ്പൂർ നിയോജക മണ്ഡലം നേതൃസംഗമം ഇന്ന് നടക്കും. 11 മണിക്ക് പ്രതിപക്ഷ നേതാവ് VD സതീശൻ നേതൃസംഗമം ഉദ്ഘാടനം ചെയ്യും. മണ്ഡലത്തിലെ UDF നേതാക്കൾ യോഗത്തിൽ പങ്കെടുക്കും. CV അനുമോദ് വിവരങ്ങളുമായി. അനുമോദ്, ഇന്ന് ഒരു പക്ഷേ നിലമ്പൂരിലെ ഒരു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഉണ്ടായേക്കുമെന്നൊരു അഭ്യൂഹമൊക്കെ നിലനിൽക്കുന്നുണ്ട്. അതിനിടയിലാണ് ഇന്ന് അവിടെ നേതൃസംഗമം നടക്കുന്നത്. ഈ തർക്കങ്ങളൊക്കെ പരിഹരിച്ച് ഒരു ഏക അഭിപ്രായത്തിലേക്ക് എത്താൻ എത്ര ദൂരമുണ്ട് ഇനിയും കോൺഗ്രസിന്? ശ്രീജ, ഗുഡ് മോർണിംഗ്. നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പ് എന്ന് പ്രഖ്യാപിക്കുമെന്ന കാത്തിരിപ്പിലാണ് എല്ലാവരും.
കുറച്ച് ദിവസമായി അതിൻ്റെ ഒരുക്കങ്ങളൊക്കെ തന്നെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. UDF-ഉം LDF-ഉം താഴെത്തട്ടിലെ പ്രവർത്തനങ്ങൾ നേരത്തെ തന്നെ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. UDF ആകട്ടെ ഒരു ഘട്ടത്തിൽ പ്രചരണം തന്നെ തുടങ്ങിയെന്ന് പറയേണ്ടി വരും. കാരണം മുസ്ലിം ലീഗൊക്കെ ചുമരെടുത്ത് വരെ UDF സ്ഥാനാർത്ഥിക്ക് വേണ്ടി ആരംഭിച്ചിട്ടുണ്ട്, UDF പ്രവർത്തകർ. ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇന്ന് ഉണ്ടായേക്കുമെന്ന അഭ്യൂഹങ്ങൾ ശക്തമായിട്ടുള്ളത്. എന്താണെങ്കിലും UDF-ന്റെ കാര്യത്തിലാണ് ഏറ്റവും വലിയ ചർച്ചകൾ നിലമ്പൂരിൽ നടക്കുന്നത്. UDF-ന്റെ സ്ഥാനാർത്ഥി പട്ടികയിൽ അല്ലെങ്കിൽ സാധ്യതാ പട്ടികയിൽ രണ്ടുപേരുടെ പേരുകൾ സജീവ പരിഗണനയിലാണുള്ള അരുൺ ഷൗക്കത്തിൻ്റെയും അതുപോലെ തന്നെ VS ജോയുടെയും. ഇന്നിപ്പോൾ ED സതീശൻ തന്നെ നിലമ്പൂരിലെത്തി UDF-ന്റെ നേതൃസംഗമത്തിൽ പങ്കെടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഉയരുന്ന ചോദ്യങ്ങൾ ഇതിൽ ആരുടെ പേരിനാണ് പ്രാമുഖ്യം എന്നത് തന്നെയാണ്. അതേസമയം PV അൻവർ നിർദ്ദേശിച്ച അല്ലെങ്കിൽ ആഗ്രഹിച്ച പോലെ ഒരു മുന്നണി പ്രവേശനം വളരെ വേഗത്തിൽ ഈ ഒരു ഘട്ടത്തിൽ സാധ്യമാകില്ല എന്നതാണ് UDF നേതൃത്വം തന്നെ അദ്ദേഹത്തെ അറിയിച്ചിട്ടുള്ളത്. പക്ഷേ അദ്ദേഹം UDF-നൊപ്പം നിൽക്കും, കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി ആരായാലും പിന്തുണയ്ക്കുമെന്ന് അദ്ദേഹം ഇന്നലെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതുപോലെ ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ VS ജോയിയുടെ പേര് മുമ്പ് നിർദ്ദേശിച്ചത് തൻ്റെ താല്പര്യപ്രകാരമാണെന്നും അല്ലെങ്കിൽ തൻ്റെ അഭിപ്രായമാണെന്നും, എന്നാൽ ഇപ്പോൾ അതിന് UDF പറയുന്ന, കോൺഗ്രസ് പറയുന്ന ആരെയും പിന്തുണയ്ക്കാവുന്ന തീരുമാനത്തിലാണ് താനെന്ന് അൻവർ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്തായിരിക്കും അൻവറിൻ്റെ തുടർ നിലപാടുകൾ, പ്രവർത്തനങ്ങൾ എന്നുള്ളതൊക്കെ കണ്ടു തന്നെ അറിയേണ്ടതാണ്. LDF ആകട്ടെ UDF-ന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം അതിൻ്റെ കാര്യങ്ങൾ കൂടി ആലോചനയിലുണ്ട്. കാരണം അതിന് ശേഷമായിരിക്കും ഒരു പക്ഷേ LDF-ന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകുക. എന്താണെങ്കിലും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമെന്നാണ് ഇരു മുന്നണികളും വ്യക്തമാക്കിയിട്ടുള്ളത്. LDF-ന്റെ പട്ടികയിൽ പുതുമുഖങ്ങളുണ്ട്. അതേപോലെ തന്നെ മണ്ഡലത്തിൽ ഇതുവരെ നിയമസഭാ തെരഞ്ഞെടുപ്പ് രംഗത്ത് മത്സരിക്കാത്ത മുതിർന്ന നേതാക്കളും ഉണ്ട്. എന്തു തന്നെയാണെങ്കിലും UDF-നെ സംബന്ധിച്ച് വലിയ ആത്മവിശ്വാസം ഇത്തവണ വെച്ചു പുലർത്തുന്നു. PV അൻവറിൻ്റെ രാജിവെച്ച ഒഴിവിലേക്കാണ് ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അൻവർ ഇപ്പോൾ UDF-ന് അനുകൂലമായിട്ട് നിലനിൽക്കുന്നുണ്ട്. രാഷ്ട്രീയ സാഹചര്യങ്ങളും തങ്ങൾക്ക് അനുകൂലമാണെന്ന് UDF അവകാശപ്പെടുന്നുണ്ട്. ഇവിടെ തർക്കം സ്ഥാനാർത്ഥിയെ ചൊല്ലി മാത്രമാണ്. പക്ഷേ അത് വളരെ വേഗത്തിൽ പരിഹരിക്കുമെന്ന ആത്മവിശ്വാസമാണ് ഓരോ ഘട്ടത്തിലും നേതാക്കൾ പങ്കുവയ്ക്കുന്നത്. എന്നാണെങ്കിലും ഇന്ന് നിലമ്പൂരിൽ VD സതീശൻ എന്തെല്ലാം കാര്യങ്ങൾ പങ്കുവയ്ക്കും എന്നുള്ളത് പ്രധാനമാണ്. ഒപ്പം തന്നെ ഇന്ന് നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പിൻ്റെ തീയതി പ്രഖ്യാപനം ഉണ്ടാകുമോ എന്നുള്ളതും നമ്മൾ കാത്തിരിക്കുകയാണ്. ശരി, CV അനുമോദാണ് വിവരങ്ങൾ നൽകിയത് മലപ്പുറത്ത് നിന്ന്. ഇന്നൊരു പക്ഷേ തീയതി പ്രഖ്യാപിച്ചേക്കാമെന്ന സൂചനകളൊക്കെ വരുന്നുണ്ട്. അതിനിടയിലാണ് UDF-ന്റെ നേതൃയോഗം മലപ്പുറത്ത് ഇന്ന് നടക്കുന്നത്. ഇനി കോട്ടയത്തെ തിരുവാതിക്കലിലെ ഇരട്ടക്കൊലപാതകത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരികയാണ്. പ്രതി അമിത് ഒറാങ്ങുമായുള്ള തെളിവെടുപ്പ് ഇന്നും തുടരും. പ്രതി താമസിച്ച കോട്ടയം റെയിൽവേ സ്റ്റേഷന് സമീപമുള്ള ലോഡ്ജിൽ ഇന്ന് പ്രതിയെ എത്തിക്കും. ജനൽ തുറക്കാനായി ഉപകരണം വാങ്ങിയ കടയിലും ഇന്ന് തെളിവെടുപ്പ് ഉണ്ടാകും. വിവരങ്ങളുമായി G ശ്രീജിത്ത്. ഇത്രയേറെ പക ഉണ്ടാകാൻ എന്തൊക്കെ കാരണങ്ങളാണ് ശ്രീജിത്ത് ഈ അമിത് പറയുന്നത്? ജോലി നൽകിയ ആളാണ്, ശമ്പളം നൽകിയ ആളാണ്. അങ്ങനെ രണ്ടുപേരെ, പ്രായമായവരെ ഇത്ര ക്രൂരമായി കൊലപ്പെടുത്താൻ ഇന്ന് തെളിവെടുപ്പ് എങ്ങനെയൊക്കെ ആയിരിക്കും? ശ്രീജ, ഏറ്റവും പ്രധാനമായി ഇതിൽ ഉയർന്നു വരുന്നത് അമിത്തിന്റെ ഒരു പങ്കാളി ഉണ്ടായിരുന്നു. പങ്കാളിയും ഈ വീട്ടിലെ ജോലിക്കാരി തന്നെയായിരുന്നു. ഈ പങ്കാളി ഈ കേസിന് ശേഷം അമിത്തുമായി പിണങ്ങി കഴിയുന്ന സാഹചര്യം വന്നു. പിന്നീട് പങ്കാളി വിട്ടുപോകുന്ന സാഹചര്യം വന്നു. നമുക്ക് മനസ്സിലാക്കുന്ന വിവരമനുസരിച്ച് അമിത് ചില മൊഴികൾ നൽകിയിരിക്കുന്നത് ഈ പങ്കാളി പോകുന്ന സമയം ഏതാണ്ട് അവർ ഗർഭിണിയായിരുന്നു എന്നും പറയുന്നുണ്ട്. പക്ഷെ പിന്നീട് ആ ഗർഭം അലസിപ്പോകുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ഇതിനെല്ലാം കാരണം അമിത് കാണുന്നത് ഈ വിജയകുമാരൻ മീരയും തന്നെയാണ്. അവർ കാരണമാണ്. പണം തിരികെ നൽകാമെന്ന് പറഞ്ഞിട്ടും കേസ് ഒത്തുതീർപ്പാക്കാൻ അവർ തയ്യാറായിട്ടില്ല എന്നും ഈ ഒറാങ് പോലീസിൽ മൊഴി നൽകിയിട്ടുണ്ട്. പക്ഷെ എന്ത് തന്നെയാണെങ്കിലും കേവലം അങ്ങനെ മാത്രമുള്ള ഒരു പെട്ടെന്നുള്ള ഒരു പ്രകോപനം നടത്തിയ ഒരു ക്രിമിനൽ, സാധാരണ ഒരു ക്രൈം മൈൻഡ് എന്ന് മാത്രം കണ്ടാൽ പോരാ. കാരണം അയാൾക്കൊരു മുൻ പശ്ചാത്തലമുണ്ട്. അയാൾ ഏതാണ്ട് 2,70,000 രൂപ ഈ മൊബൈൽ മോഷ്ടിച്ച ശേഷം വിജയകുമാറിന്റെ അക്കൗണ്ടിൽ നിന്ന് സ്വന്തം അക്കൗണ്ടിലേക്ക് മാറ്റുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായി ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയ ഒരു കൊലപാതകം എന്നത് സംബന്ധിച്ചുള്ള എല്ലാ വിവരങ്ങളും അയാൾക്കുണ്ട്. തെളിവ് നശിപ്പിക്കാൻ ശ്രമിച്ചു. DVR-ഉം മൊബൈൽ ഫോണും ഒക്കെ വിവിധ തോടുകളിൽ എറിഞ്ഞു. പക്ഷെ അതെല്ലാം വളരെ വേഗത്തിൽ വീണ്ടെടുത്തത് പോലീസിനെ സംബന്ധിച്ച് ഈ കേസ് അന്വേഷണത്തിൽ വളരെ പ്രധാനപ്പെട്ടതായി മാറിയിരിക്കുന്നു, ആശ്വാസകരമായി മാറിയിരിക്കുന്നു. ഇനിയുള്ളത് ഈ ലോഡ്ജിൽ ഇന്ന് ഒരുപക്ഷെ തെളിവെടുപ്പ് ഉണ്ടായേക്കും. അതേപോലെ ഇത് ജനൽ കട്ട് ചെയ്യാൻ വാങ്ങിയ ഉപകരണം കോട്ടയം നഗരത്തിലെ ഒരു കടയിൽ നിന്ന് വാങ്ങിയാണെന്ന് പറയുന്നത് അവിടെയും ഉണ്ടായേക്കും.
അത് ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം വന്നിട്ടില്ല. ഒരുപക്ഷെ ഇന്ന് തന്നെ ഉണ്ടായേക്കും, അതല്ലെങ്കിൽ കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷം ഉണ്ടാകാനുള്ള സാധ്യതയൊക്കെയാണ് പോലീസ് ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാണിക്കുന്നത്. ഒരു വിവരം കൂടി പുറത്തു വരുന്നത്, ഈ അമിത്തിന് ഇൻസ്റ്റാഗ്രാമുമായി ഭയങ്കര ഭ്രമമാണുള്ളത്. ഏതാണ്ട് 1600ഓളം ഫോളോവേഴ്സ് അമിത്തിനുണ്ട് എന്നുള്ളതാണ്. ഈ കഴിഞ്ഞ ദിവസവും സ്വന്തം ഗൂഗിൾ അക്കൗണ്ടൊക്കെ റിമൂവ് ചെയ്ത ശേഷം, അതായത് വിജയകുമാറിന്റെ ഫോൺ ഒക്കെ ഉപയോഗിക്കുന്നു, അതേപോലെ സ്വന്തം അക്കൗണ്ട്, ഈ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് തുറക്കാനുള്ള ശ്രമം നടത്തുന്നു. ഇങ്ങനെ പലതരത്തിൽ ഇന്റർനെറ്റിൽ ഈ അമിത് പല നീക്കങ്ങൾ നടത്തിയിരുന്നു. ഇതാണ് പോലീസിന് ഇയാളെ ട്രാക്ക് ചെയ്യാൻ കാരണമായത് എന്നും വിവരം ലഭിക്കുന്നുണ്ട്. രാത്രിയൊക്കെ നല്ല ചോദ്യം ചെയ്യലാണ് ഇത്തരം വിവരങ്ങൾ അമിത് പറയുന്നത്. എന്തായാലും ഇയാൾ പോലീസുമായി സഹകരിക്കുന്നുണ്ട്. ചോദ്യം ചെയ്യൽ നടത്തിയ ആദ്യ ഘട്ടത്തിൽ തന്നെ കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. തെളിവുകളുടെ ഉപേക്ഷിച്ചു എന്നത് സംബന്ധിച്ചുള്ള കൃത്യമായ വിവരമെല്ലാം നൽകുന്നുണ്ട്. ഒരുപക്ഷെ ഇന്ന് തന്നെ എന്തായാലും കോടതിയിൽ ഹാജരാക്കും. തെളിവെടുപ്പിന്റെ കാര്യത്തിൽ അന്തിമമായ ഒരു വ്യക്തത വൈകാതെ കൈവരും. ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത് കോട്ടയത്ത് നിന്ന്. ഇനി തിരുവനന്തപുരം അമ്പലമുക്ക് വിനീത കൊലക്കേസ് സമാനമായ രീതിയിൽ വളരെ ക്രൂരമായൊരു കൊലപാതകമായിരുന്നു. ആ കൊലപാതക കേസിൽ കോടതി കുറ്റക്കാരനെന്ന് കണ്ടെത്തിയ തമിഴ്നാട് സ്വദേശി രാജേന്ദ്രന് ഇന്ന് ശിക്ഷ വിധിക്കും. തിരുവനന്തപുരം 7ാം അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി പ്രസൂൺ മോഹനാണ് കേസ് പരിഗണിക്കുന്നത്. വിവരങ്ങളുമായി കൊലപാതക പരമ്പര നടത്തിയിട്ടുള്ള പ്രതി പൊതുസമൂഹത്തിന് ഭീഷണിയായതുകൊണ്ട് വധശിക്ഷയിൽ കുറഞ്ഞതൊന്നും നൽകരുതെന്ന് പ്രോസിക്യൂഷൻ വാദിച്ചിരുന്നു. തമിഴ്നാട്ടിൽ ഒരു കുടുംബത്തിലെ 3 പേരെ കൊലപ്പെടുത്തിയ കേസിലും പ്രതിയാണ് രാജേന്ദ്രൻ. ഇതേ തുടർന്ന് കോടതി ഇയാളുടെ സ്വഭാവം അല്ലെങ്കിൽ മുൻപ് കാണിച്ചിട്ടുള്ള കാര്യങ്ങൾ അതൊക്കെ തെളിയിക്കുന്ന രേഖകൾ, 7 പ്രധാനപ്പെട്ട രേഖകൾ കോടതി വിളിച്ചു വരുത്തിയിരുന്നു. ആ രേഖകൾ കൂടി പരിശോധിച്ച ശേഷമാണ് ഇന്നിപ്പോൾ ശിക്ഷാവിധി പ്രഖ്യാപിക്കാൻ പോകുന്നത്. വയനാട്ടിൽ ഉരുൾപൊട്ടലിൽ ദുരന്തബാധിതർക്കുള്ള ടൌൺഷിപ്പിലെ ഗുണഭോക്താക്കളുടെ അന്തിമ പട്ടിക ഇന്ന് പ്രസിദ്ധീകരിക്കും. നിലവിലെ പട്ടികയിൽ 3 ലിസ്റ്റുകളിലായി ഉള്ളത് 402 പേരാണ്. സാങ്കേതികത്വം കാരണം ഉൾപ്പെടാതെ പോയവരെ ചേർത്ത് ഈ ലിസ്റ്റ് പുതുക്കും. ധനസഹായം മതി എന്ന് സമ്മതപത്രം നൽകിയവരെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കും. റെയിൽവേ സ്റ്റേഷനിൽ ഹൃദയാഘാതം നേരിടുന്നവർക്ക് പ്രാഥമിക ചികിത്സ ഉറപ്പാക്കാനുള്ള ജീവൻ രക്ഷാ ഉപകരണം തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ സ്ഥാപിച്ചു. നമുക്കറിയാം, യാത്രക്കിടയിലൊക്കെ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാവുന്നത് ഇപ്പോൾ വളരെ സാധാരണമാണ്. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ അതിനെ നേരിടാൻ വേണ്ടിയാണ് AED എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന സാങ്കേതിക വിദ്യ യാത്രക്കാർക്ക് വേണ്ടി പ്രവർത്തന സജ്ജമാക്കിയിരിക്കുന്നത്. ദക്ഷിണ റെയിൽ DRM മനീഷ് തപ്ലിയാൽ ഉദ്ഘാടനം നിർവഹിച്ചു. ആയിരക്കണക്കിന് യാത്രക്കാരാണ് തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിലൂടെ ഓരോ ദിവസവും ട്രെയിനുകളിൽ ദൂരസ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നതിന് വേണ്ടി എത്തുന്നത്. അപ്പോൾ പലപ്പോഴും ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം ഒരുപാട് പേർ ഇവിടെ നിന്ന് അടിയന്തര ചികിത്സയ്ക്ക് വിധേയമാകേണ്ട സാഹചര്യം, അവരെ ആശുപത്രികളിലേക്ക് മാറ്റേണ്ട സാഹചര്യമൊക്കെ ഉണ്ടാകാറുണ്ട്. വലിയ അടിയന്തര ഘട്ടങ്ങളിൽ, അതായത് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് തന്നെ ചികിത്സാ സംവിധാനങ്ങൾ ഉറപ്പാക്കുന്നതിന് ഒരു പുതിയ സാങ്കേതിക വിദ്യ റെയിൽവേ സ്റ്റേഷനിൽ ഇന്നു മുതൽ നടപ്പാക്കിയിരിക്കുകയാണ്. കുഴഞ്ഞു വീഴുന്ന, അതായത് കാർഡിയാക് അറസ്റ്റ് ഉണ്ടായി കുഴഞ്ഞു വീഴുന്ന രോഗികൾക്ക് അടിയന്തര വൈദ്യസഹായം ഉറപ്പുവെക്കുന്നതിന് വേണ്ടി ഒരു നൂതന സാങ്കേതിക വിദ്യയാണ് ഇവർ ഇവിടെ പ്രയോജനപ്പെടുത്തുന്നത്. എന്താണ് ഇതിന്റെ പേര്? ഡിവൈസിന്റെ AED എന്നാണ് ഈ മെഷീന്റെ പേര്. ഓട്ടോമാറ്റിക് എക്സ്റ്റേണൽ ഡീഫിബ്രിലേഷൻ, അതാണ് ഫുൾ ഫോം വരുന്നത്. ഇത് നിയോൺകോഡ് എന്ന് പറഞ്ഞൊരു കമ്പനിയുടെയാണ്. അപ്പൊ എന്താണ് ഇതുകൊണ്ട് എങ്ങനെയാണ് നമ്മൾ നോർമലി ഇവിടെ നമ്മൾ ആർക്കെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നാൽ, ഇപ്പം ഹൃദയാഘാതമോ മറ്റെന്തെങ്കിലും പ്രയാസം വന്നാൽ ആശുപത്രിയിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്? അതെ, ആശുപത്രിയിലേക്ക് മാറ്റുകയാണ് എപ്പോഴും ചെയ്യേണ്ടത്. പക്ഷേ ആ ഒരു സമയം, ലൈക്ക് ഒരു ആംബുലൻസ് വരാനുള്ള സമയത്ത് പേഷ്യന്റ് വെറുതെ അവിടെ കിടത്താതെ ഒരു CPRഉം ഈ AED മെഷീനും കൂടി ഉണ്ടെങ്കിൽ സർവൈവൽ റേറ്റ് ബെറ്റർ ആയിരിക്കും. യെസ്, ഒരുപക്ഷെ ആ ടൈം ആയിരിക്കും ഒരാളുടെ ജീവൻ നിലനിൽക്കണോ വേണ്ടയോ നിർണായകമാണ്. അതെ. അപ്പൊ ഇത് എങ്ങനെയാണ് ഇത് പ്രവർത്തിപ്പിക്കുന്നത്? യെസ്, ഇത് ആക്ച്വലി സിമ്പിൾ ഡിവൈസ് ആണ്, സാധാരണക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഡിവൈസ് ആണ്. ഇത് ജസ്റ്റ് ഓപ്പൺ ചെയ്യുക. ആക്ച്വലി ബാക്കി എല്ലാ ഇൻസ്ട്രക്ഷനും ഈ ഒരു ഡിവൈസ് തന്നെ പറയും. ഇതിനകത്തൊരു ഡിസ്പോസിബിൾ പാഡ്സ് ഉണ്ട്. ഇത് നമുക്ക് ഈ അഡൽട്ടിനാണെങ്കിലും ചൈൽഡിനാണെങ്കിലും ഈ സെയിം പാഡ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് ഇവിടെ 2 മോഡ്സ് ഉണ്ട്, ലൈക്ക് അഡൽട്ട് മോഡും ഉണ്ട്, ചൈൽഡ് മോഡും ഉണ്ട്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മളിത് ഇവിടെ ടിയർ ചെയ്യുക. അത് പേഷ്യന്റെ എപെക്സ് ആൻഡ് സ്റ്റേർണം 2 പൊസിഷനിൽ പേസ്റ്റ് ചെയ്യുക. പിന്നെ അതിന് CPR സ്റ്റാർട്ട് ചെയ്യുക. ഇൻ കേസ് ഷോക്ക് വേണമെങ്കിൽ മെഷീൻ പറയും.
ഷോക്ക് അഡ്വൈസ്ഡ് ആണെങ്കിൽ നമ്മൾ ഇവിടെ ജസ്റ്റ് പ്രസ് ചെയ്യുക. യെസ്, അത്രയേ ഉള്ളൂ. സിമ്പിൾ ആണ്. ഇത് ആർക്ക് വേണമെങ്കിലും ഉപയോഗിക്കാം, ആർക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. ഇത് AI സാങ്കേതിക വിദ്യയാണ്. എങ്ങനെയാണിത്? അല്ല, അത് ആക്ച്വലി ഒന്നുമല്ല. നോർമൽ ഇതിപ്പോ ഹോസ്പിറ്റലിലെ ഡീഫിബ്രിലേറ്റർ എന്ന് പറഞ്ഞൊരു മെഷീൻ യൂസ് ചെയ്യുന്നതാണ്. അത് മാനുവലാണ്, ഡോക്ടേഴ്സ് യൂസ് ചെയ്യുന്നതാണ്. ഇതൊരു കോമൺ മാന് വേണ്ടിയിട്ടുള്ള ഒരു ഡിവൈസ്. അപ്പൊ ഇത് നിങ്ങൾ കോമൺ ആയിട്ട് ഒരു സ്ഥലത്ത് ഇവിടെ പ്ലേസ് വെക്കുകയാണ് ചെയ്യുന്നത്. ഇതിന്റെ ചെലവ് എത്രയാണ്? ഇതിന്റെ എക്സ്പെൻസ്? മെഷീൻ ആക്ച്വലി ഇതൊരു ഡിസ്പോസിബിൾ ആയിട്ടാണ്, അത് മാത്രമേ വരുന്നുള്ളൂ. ബാക്കി ഇൻസ്റ്റലേഷൻ ആണ്. ബാക്കി യെസ്. അപ്പൊ ഇത് മറ്റേതെങ്കിലും സ്ഥലങ്ങളിലേക്ക് വെക്കുന്നുണ്ടോ, അതോ പരീക്ഷണാടിസ്ഥാനത്തിൽ? ആക്ച്വലി എറണാകുളം റെയിൽവേ സ്റ്റേഷനിൽ ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണ്. പിന്നെ ഒത്തിരി കൊല്ലത്തും യൂസ് ചെയ്യുന്നുണ്ട്. എയർപോർട്ട് ബസ്സുകളിലൊക്കെ വേറെ കൺട്രീസിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഇവിടെ മോസ്റ്റ്ലി പല സ്ഥലങ്ങളിലും ഇപ്പൊ ഇൻസ്റ്റലേഷൻ കൂടി വരുന്നുണ്ട്. AED യൂസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്, അഡ്രസ് വരുന്നുണ്ട്. അപ്പൊ ഇതിന്റെ റിസൾട്ട് ഹൈ റിസൾട്ട് ആയിരിക്കും. അതെ. പെട്ടെന്ന് പക്ഷെ ഒരു പേഷ്യന്റ് കൊളാപ്സ് ആയി വീണ് കഴിഞ്ഞാൽ എന്താന്നുള്ളത്, അല്ലെങ്കിൽ പേഷ്യന്റ് ഡെത്ത് ആയി പോകും. ഈ ഒരു ഡിവൈസ് ഇല്ല എന്നുണ്ടെങ്കിൽ, പ്രോപ്പറായിട്ട് അത് യൂസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പേഷ്യന്റ് ഡെത്ത് ആയി പോകും. അതാണ് ആക്ച്വലി സംഭവിക്കുന്നത്. ഇവിടെ ഏതെങ്കിലും ഒരു വിദഗ്ധരുടെ സാന്നിധ്യം ഉറപ്പാക്കണോ ഇതിനു വേണ്ടി? ഇത് നോർമൽ ലേമാൻസിനും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിവൈസ് ആണ്. അതുകൊണ്ടാണ് ഒരു ബോധവൽക്കരണം കൊടുക്കണം. അതെ. ഒരു അവയർനെസ് വരണം, ഒബ്വിയസ്ലി അവയർനെസ് വരണം. നമ്മുടെ ഭാഗത്ത് നിന്ന് ഒരു ട്രെയിനിങ്ങും എല്ലാം നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. മേ ബി ഇവിടുത്തെ സ്റ്റാഫിനോ അല്ലെങ്കിൽ പോർട്ടേഴ്സിനോ ഒക്കെ യൂസ് ചെയ്യാനായിട്ടുള്ള ഇത് കൊടുക്കുന്നുണ്ട്. ഓൾറെഡി പല രീതിയിലും ഇപ്പോൾ ഹാർട്ട് കെയർ ഫൗണ്ടേഷൻ ആണെങ്കിലും വേറെ പല സെഗ്മെന്റുകളിലൊക്കെ അവർ ഡെവലപ്മെന്റ് തുടങ്ങി. ഒരെണ്ണമാണ് അതെ. ട്രിവാൻഡ്രം റെയിൽവേ സ്റ്റേഷനിൽ നമ്മുടെ ഭാഗത്ത് മെഡിസർവ് എന്നുള്ള കമ്പനി നമ്മൾ ഡൊനേറ്റ് ചെയ്തിട്ടുണ്ട് ഈ AED മെഷീൻ. കോഴിക്കോടിനാണ് നമ്മൾ ഡീൽ ചെയ്യുന്നത്. നമ്മൾ കേരളത്തിൽ നമ്മൾ ഓൾമോസ്റ്റ് ഒരു 20 years ആയിട്ടുണ്ട് ഈ ഒരു ബിസിനസ്, മെഡിക്കൽ എക്യുപ്മെന്റ്സിന്റെ ബിസിനസ് ചെയ്ത് തുടങ്ങിയിട്ട്. നമ്മൾ ഒരെണ്ണം നമ്മൾ ട്രിവാൻഡ്രം റെയിൽവേ സ്റ്റേഷന് വേണ്ടിയിട്ട് നമ്മൾ സ്പോൺസർ ചെയ്യുന്നുണ്ട്. എന്തായാലും തിരുവനന്തപുരത്ത് എത്തുന്ന യാത്രക്കാർക്ക്, ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്ന യാത്രക്കാർക്ക് ഏറെ ആശ്വാസം തരുന്ന ഒരു വാർത്തയാണ് ഇത്. ഈ ഒരു സംരംഭം ഇവിടെ വിജയകരമായാൽ മറ്റ് റെയിൽവേ സ്റ്റേഷനുകളിലേക്ക് കൂടി വ്യാപിപ്പിക്കുന്ന ഒരു നീക്കം ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. ക്യാമറമാൻ അരുൺ പാലോടിനൊപ്പം ഡാൻ കുര്യൻ, News 18. ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കുകയാണ് ലോകം. സെയിന്റ് പീറ്റേഴ്സ് സ്ക്വയറിലാണ് പൊതുദർശനം പുരോഗമിക്കുന്നത്. ഇന്നലെ സാന്താ മാർത്തയിൽ നിന്ന് വിലാപയാത്രയുടെ അകമ്പടിയോടെയാണ് ഭൌതികദേഹം സെയിന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ എത്തിച്ചത്. കർദിനാൾമാരും ബിഷപ്പുമാരും അദ്ദേഹത്തിന് ആദരാഞ്ജലി അർപ്പിച്ചു. അന്ത്യശുശ്രൂഷയിൽ വിവിധ ലോക നേതാക്കൾ പങ്കെടുക്കും. രാവിലെ പതിവ് പോലെ ഒരു ഇടവേള എടുക്കുകയാണ്. മറ്റു വാർത്തകളിലേക്ക് നമ്മൾ മടങ്ങിയെത്തും പോലീസ് പെട്രോളിന് ശേഷം.